എന്നെ കേൾക്കുന്ന സകല പെന്തിക്കോസുകാരോടും പറയാ, സഭ നിനക്ക് കളിക്കാനുള്ള സ്ഥലമല്ല. ദൈവസഭ എനിക്കും നിനക്കും കളിക്കാനുള്ള ഇടമല്ല. അപ്പൊ ഒരു കളിയും ഇതിനകത്ത് പാടില്ല. ദൈവസഭ എന്തിനാന്ന് ചോദിച്ചാൽ ദൈവത്തെ ആരാധിക്കേണ്ട ഇടമാ. ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ സൂക്ഷിച്ചു, ദൈവം നിന്നെ ഭദ്രമായി കാത്തു, വന്നുകൂടി ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ സ്തുതിക്കാനുള്ള സ്ഥലമാണ് സഭ. സഭയ്ക്കകത്ത് ഞാനാന്നേലും നിങ്ങളാന്നേലും കളിച്ചാൽ കളി ദൈവം പഠിപ്പിക്കും. ഇനി നീ കളിക്കണ്ട, ആരേലും വെട്ട് കളിപ്പിച്ചാൽ മതി, അവനെ ദൈവം വിടുകയില്ല. ചില സഭയിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന രണ്ട് വീട്ടുകാർ തമ്മിലുള്ള ബോൾത്തായ നിരപരാധികൾ ക്രൂശിക്കപ്പെടുക. ഒന്നും അറിയാൻ മേലാത്ത ദൈവമക്കളാ ചതിക്കപ്പെടുന്നത്. ചില സെന്ററിലും അങ്ങനെ തന്നെ രണ്ട് കൂട്ടർ തമ്മിലുള്ള ഗുസ്തിയാ. പക്ഷെ അനേക നൂറുകണക്കിന് ദൈവമക്കളാണ് ഞരങ്ങുന്നത്. സഭ കളിക്കാനുള്ള സ്ഥലമല്ല. സഭ ദൈവത്തെ ആരാധിക്കേണ്ട ഇടമാ, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട സ്ഥലമാ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവെടുത്ത. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങളിൽ ഈടുറ്റ ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. വേദപഠിതാക്കൾ പറയുന്നത് പുതിയ നിയമത്തിലെ 2 ലേഖനങ്ങൾ സമാന്തരമായ 2 രേഖ പോലെ. ഒന്ന് റോമാലേഖനവും 2 യാക്കോബിന്റെ ലേഖനവും. റെയിൽവേ പാളം പോലെ ഈ ലേഖനം എന്ന് പറഞ്ഞാൽ സമാന്തരമായിട്ട് പോകുക. കാരണം 2 ലേഖനത്തിലെയും 2 വിഷയങ്ങളാണ്. ഒരു വിധത്തിൽ ഇത് യോജിക്കുമോ എന്ന് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. റോമാലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾക്കറിയാം, നമുക്കറിയാം, വിശ്വാസത്താലുള്ള നീതീകരണം. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ അതിനെ ഖണ്ഡിക്കുന്നില്ല. യാക്കോബ് പറയുന്നത് വിശ്വാസം മാത്രം പോരാ, അവൻ പ്രവൃത്തിയും വളരെ അത്യാവശ്യമാണ്. എന്നെ ബൈബിൾ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പം ഇന്ത്യ ദൈവസഭയുടെ മുൻ ഓവർസിയർ എം കുഞ്ഞപ്പി അവർകൾ, ഇപ്പോൾ ഞാൻ ആ പിക്ചർ വരെ എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം ഇരുന്നുകൊണ്ടാണ് ക്ലാസ്. കാലിനുമൊക്കെ വേദനയുണ്ട്. അപ്പം കാല് ഇങ്ങനെ തൂത്തോണ്ട്, പുള്ളിയുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തൂത്തോണ്ട് പറഞ്ഞ ഒരു പദമുണ്ട്. റോമാലേഖനവും യാക്കോബിന്റെ ലേഖനവും ഒരു പക്ഷിയുടെ 2 ചിറക് പോലാണ്. 2 ചിറകുണ്ടെങ്കിൽ ഇതിനെ ശരിയായ നിലയിൽ പറക്കുവാനും വിഹരിപ്പാനും സാധ്യമാകും എന്ന് പറഞ്ഞതുപോലെ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് റോമാലേഖനത്തിലെ പ്രധാന വിഷയവും യാക്കോബിന്റെ ലേഖനത്തിലെ വിഷയം 2 വളരെ അത്യാവശ്യമാണ്. സ്തോത്രം, വിശ്വാസവും പ്രവൃത്തിയും. വേദപഠിതാക്കൾ ചിലരെ അഭിപ്രായപ്പെടുന്നത് യാക്കോബ് വിശ്വാസത്തിന് വലിയ പ്രാധാന്യം, രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. പ്രവൃത്തിക്കാണ് യാക്കോബ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെന്ന. രക്ഷയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും യാക്കോബ് കൊടുത്തില്ലെന്ന. എന്നാൽ നിങ്ങൾക്കറിയാം, പഠിക്കുന്നവർക്കറിയാം, ഈ യാക്കോബിന്റെ ലേഖനം പഠിച്ചാൽ ഇതുപോലെ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത വേറൊരാൾ ഇല്ലെന്നുള്ളതാണ് എൻ്റെ വാദം. കാരണം മറ്റുള്ളവരെല്ലാം രക്ഷയെപ്പറ്റി പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പരാമർശിക്കുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ ത്രിവിധമാകുന്ന രക്ഷ, 1 ആത്മരക്ഷ, 2 പ്രാണരക്ഷ, 3 ദേഹരക്ഷ, ഈ 3 രക്ഷയും യാക്കോബ് തന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 3 വാക്യം വായിക്കണം. 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യവും 5-ാം അധ്യായത്തിന്റെ 18-ഉം 19-ഉം വാക്യവും 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യവും പറഞ്ഞ ക്രമത്തിൽ ഉറക്കെ വായിച്ചാട്ടെ. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ, ആത്മരക്ഷ സുവിശേഷ യോഗം കൂടെ ആണല്ലോ. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ആത്മരക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. അപ്പോൾ ആത്മരക്ഷ കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടും ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടൊന്നും രക്ഷപ്പെടാനൊക്കത്തില്ല, രക്ഷിക്കപ്പെടാനും ഒക്കത്തില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കെട്ടിയും ചുമ്മി ഉന്തിയും തള്ളിയും കൊണ്ടുപോകണ്ട, കയ്യും കാലും പൊക്കണ്ട, ഇരിക്കുന്ന ഇടത്തിരുന്ന് സമർപ്പിക്ക്. യേശുവേ, എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണം, എന്നെ വീണ്ടെടുക്കണം, എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ ആ ക്രിസ്തു. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അപ്പോൾ ആത്മരക്ഷ, അതാണ് യാക്കോബ് 1:21 പറയുന്നത്. ഇനി പ്രാണരക്ഷ 5:18ഉം 19ഉം. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ
19 ഒടുവിലത്തെ കണ്ണിക. സഹോദരന്മാരെ, ആ. നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും രക്ഷിക്കും. അപ്പോൾ പ്രാണരക്ഷയ്ക്കും യാക്കോബ് പ്രാധാന്യം കൊടുത്തിരിക്കുക. അപ്പൊ ചെല്ലു പറയുന്നത് പ്രവൃത്തിക്ക് മാത്രം ഊന്നൽ കൊടുത്തു, രക്ഷയ്ക്ക് വലിയ ഊന്നൽ കൊടുത്തില്ലെന്നാ. കണ്ടോ യാക്കോബിന്റെ വിശേഷത? ഒന്ന് ആത്മരക്ഷ, അത് യേശുവിൽ കൂടി. 2 പ്രാണരക്ഷ, അതാണ് 5-ാം അധ്യായത്തിന്റെ 19-20 തിരുവെടുത്തുകളിൽ വിസ്തരിക്കണ്ടല്ലോ. ഇനി അടുത്തത്, ഇത് രണ്ടും കൊണ്ടൊരു മനുഷ്യന് ജീവിക്കാൻ ഒക്കത്തില്ലല്ലോ. ആത്മരക്ഷയും കിട്ടി, പ്രാണരക്ഷയും കിട്ടി. പക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ദേഹരക്ഷ ആവശ്യമാണ്. വേണ്ടേ? വസ്ത്രം വേണം, പാർപ്പിടം വേണം, ഭക്ഷണം വേണം, അടിസ്ഥാനപരമായ കാര്യമല്ല നടക്കണം. നിങ്ങളുടെ ഇരിപ്പോട്ട് നിങ്ങൾക്ക് ഒന്നും വേണ്ടാന്ന് വന്ന് കാറ്റ് കൊണ്ട് വളരുക. ദേഹരക്ഷ ആവശ്യമാണ്. 2-ാം അധ്യായത്തിന്റെ 16 സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവിനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ അവന്റെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് കൊടുക്കണം. അപ്പോൾ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം ഇത്യാദി കാര്യങ്ങളെല്ലാം ദേഹരക്ഷയ്ക്ക് ആവശ്യമാണ്, അതും കൊടുക്കണം. അതും യാക്കോബ് പറയുന്നുണ്ട്. അപ്പോൾ ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ, 3 വിധത്തിലുള്ള രക്ഷയും യാക്കോബ് തന്റെ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം, യാക്കോബിന്റെ ലേഖനത്തിൽ 5 അധ്യായങ്ങളുണ്ട്. ഓടിച്ചു പഠിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, 5 അധ്യായത്തിൽ പ്രധാനമായിട്ട് 5 വിഷയങ്ങൾ കൂടെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. 5-50 വിഷയമല്ല, ധാരാളം വിഷയമുണ്ട്. പക്ഷേ നമ്മുടെ പാഠത്തോടുള്ള ബന്ധത്തിൽ ഓരോ അധ്യായത്തിലും പ്രധാനപ്പെട്ട ഓരോ വിഷയം. 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച്, 2-ാം അധ്യായത്തിൽ പ്രവൃത്തിക്ക് ഊന്നൽ കൊടുക്കണം, 3-ാം അധ്യായത്തിൽ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്തണം, 4-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം, 5-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ക്രമത്താലെ വായിക്കണം. 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യവും, 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യവും, 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും, 4-ാം അധ്യായം വായിച്ച കുറുവാക്യം 7-ാം വാക്യവും, 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും ക്രമത്താലെ വായിച്ചാട്ടെ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച്, ഇനി 2-ാം അധ്യായത്തിൽ പ്രവൃത്തി 2:14 സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? അപ്പോൾ പ്രവർത്തിക്ക് 3:5 നാവിന് നിയന്ത്രണം. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയും. അപ്പോൾ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്തണം. 3:4-7 കുറുവാക്യമാണല്ലോ, അവൻ ആത്മീക പോരാട്ടം, എതിർത്തു നിൽക്കണം, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് പിശാച് ഓടിപ്പോകും. ഇനി 5-7 യേശുവിന്റെ പ്രത്യക്ഷത. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത, നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും ആശയും യേശുവിന്റെ പ്രത്യക്ഷതയാ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തുമില്ല. അതാ നമ്മുടെ പ്രതീക്ഷ. ആ പ്രത്യാശ ഭാഗ്യകരമായ പ്രത്യാശയാണ്. വരുമേ തിരുവായി മൊഴിഞ്ഞപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ, വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുപിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ. കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ. സ്വർഗീയ നാടെന്നു കാണാം എൻ്റെ വീട്ടിലെന്നതാ. സ്വർഗീയ നാടെന്നു കാണാം എൻ്റെ വീട്ടിലെന്നെത്താ. നവജറുജലമാകി മതിറഞ്ഞു ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ, നവജറുജലമാകി മതിറഞ്ഞു ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ, സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശയേറി വരുന്നേ, സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശയേറി വരുന്നേ. വരുമേ തിരുവായി മൊഴിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ, വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുപിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുപിരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ.
ശ്രദ്ധിക്കുക, നമ്മുടെ പ്രത്യാശ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവാ. അപ്പോൾ യാക്കോബിന്റെ ലേഖനം 5 അധ്യായത്തിലും പ്രധാനമായിട്ട് 5 വിഷയം. 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച വിഷയം, 2-ാം അധ്യായത്തിൽ പ്രവൃത്തിക്ക് ഊന്നൽ കൊടുക്കുക, 3-ാം അധ്യായത്തിൽ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്തണം, 4-ാം അധ്യായത്തിൽ ആത്മിക പോരാട്ടം, 5-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. എല്ലാ ഭാഗവും എല്ലാ അധ്യായത്തിലും പ്രവേശിക്കുന്നില്ല എങ്കിലും പറയാതിരിക്കാൻ തരമില്ല. 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം, അവൻ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവമക്കൾക്ക് പരീക്ഷകളുണ്ട്, അത് സഹിക്കണം. പരീക്ഷ മാറിപ്പോകാനല്ല പ്രാർത്ഥിക്കേണ്ടത്, പരീക്ഷ സഹിക്കണം. എക്സാമിന് സമയത്ത് ഉണ്ടയിട്ട് പോയാലോ? അങ്ങ് മുങ്ങി, മൊബൈലും ഓഫാക്കി, നീ ആ കിടപ്പ് അവിടെ കിടക്കുകയുള്ളൂ, അടുത്ത ക്ലാസ്സിൽ കയറുകയല്ല. പരീക്ഷ സഹിക്കണം. അതെന്തിനാന്ന് വെച്ചാൽ പരീക്ഷ കഴിയുമ്പോഴാ നീ ആളെങ്ങനെ ഉണ്ടെന്ന് തെളിയാൻ പോകുന്നത്. ഇവിടെ നിങ്ങളെ കണ്ടപ്പോൾ ഇളകി പറഞ്ഞതല്ല, അനുഭവത്തിൽ നിന്നായി പറയാന്ന്. പരീക്ഷ സഹിക്കണം. ആ പരീക്ഷ കഴിയുമ്പം നീ ഒന്നുകൂടെ നന്നായിട്ട് തെളിഞ്ഞു വരും. ഞാൻ എപ്പോഴും പറയാനുണ്ട്, നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് വലിയ പരീക്ഷ വരണമെന്നാ. അവർ ആ ഡേറ്റ് നോക്കിയിരിക്കും. വലിയ പരീക്ഷ, പണ്ടൊക്കെ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, വലിയ പരീക്ഷ. അപ്പോൾ പിള്ളേർ വലിയ പരീക്ഷ അത് വരണമെന്നാ പഠിക്കുന്ന പിള്ളേരുടെ പ്രാർത്ഥന. ഉഴപ്പി നടക്കുന്നവൻ്റെ പ്രാർത്ഥന, ദൈവമേ വലിയ പരീക്ഷ വരരുത്, അഥവാ വന്നാൽ സ്കൂളിന് തീ പിടിക്കണം, സാറ് ചത്തു പോകണം. കാരണം ഇവൻ ക്ലാസ്സിലും കയറിയിട്ടില്ല, അന്നുള്ള പോഷനും പഠിച്ചിട്ടില്ല, അറ്റൻഡൻസും ഇല്ല. ഇവനെ പറഞ്ഞാണ്ടി പെറുക്കി ഇടവഴിക്ക് നിൽക്കുക, പഠിച്ചിട്ടുമില്ല. അപ്പൊ പിന്നെ ഇവൻ എഴുതിയാൽ ഇവൻ തീർന്നു പോകും. എന്നാൽ ക്ലാസ്സിൽ പഠിച്ച് അറ്റൻഡൻസ് കൃത്യമായിട്ട് അവൻ കിട്ടി, അന്നുള്ള മോശം പിടിച്ച് ക്ലാസ് ടീച്ചറെ ശ്രദ്ധിച്ച് അന്നുള്ള ഹോംവർക്കും ചെയ്ത് അന്നുള്ള പാഠങ്ങൾ നന്നായി പഠിച്ച ആ കുട്ടിയുടെ ആഗ്രഹം പരീക്ഷ വരണം. പരീക്ഷ കഴിയുമ്പോഴാണ് അവൻ ആള് തെളിയാൻ പോകുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, പോരാട്ടങ്ങളും പരീക്ഷകളും വരുമ്പോൾ നീ തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്. നീ ആരാണ് തെളിയാൻ പോവാ. Praise the Lord. ഞാൻ ഇവിടെ നിന്നപ്പോഴാണ് എനിക്ക് നല്ല ശബ്ദം. എനിക്ക് വന്ന് അവിടെ അങ്ങോട്ട് നിന്നോ ഇച്ചിരൂടെ മാറ്റാം, അതോ ഞാൻ ഇവിടെ തന്നെ നിൽക്കണോ തീരുന്നതിനും പേര്? ഞാൻ എന്ത് അച്ഛനാകാനും പെണ്ണ് കെട്ടാനും തയ്യാറാ. പിന്നെ അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ നിന്നിട്ട് നല്ല സുഖമുണ്ട്. ഈ കൺവെൻഷനൊക്കെ ചെല്ലുമ്പോഴേ മിക്കയിടത്തും പാട്ടുകാർക്ക് വേണ്ടി മാത്രമേ അവർ കഴിയുള്ളൂ. പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി നല്ല മയക്കുകയല്ല, ഇതൊന്നും ചെയ്യുകയല്ല. അവർ കുഴപ്പമില്ല, പാട്ടാവ് ഞാനും പറഞ്ഞത് അത്ര നമ്മളെല്ലാവരോടും യോജിച്ചെങ്കിലേ യോഗം വിജയിക്കുകയുള്ളു. സ്തോത്രം. ചിലടത്ത് എന്നാൽ പ്രസംഗിക്കുന്നവർക്ക് നല്ല മൈക്ക് കൊടുക്കുകയല്ല. എല്ലായിടത്തെയും കാര്യമല്ലേ. അപ്പം ഞാൻ ഇവിടെ നിൽക്കണോ അതോ ഇതിങ്ങോട്ട് തിരിച്ചു പോയി, നമുക്ക് ധാരണ ആദ്യം. കണ്ടമാനം വേണ്ട. സ്തോത്രം. ചിലപ്പോൾ ഞാൻ ചാടും താഴെ, അത് എൻ്റെ മൂപ്പ് വരുമ്പോഴേ ഉള്ളൂ, ഇപ്പോൾ ചാടുകയല്ല. മതി നിങ്ങൾക്ക് കുഴപ്പമില്ല. ലേലുയ്യ. ഇതുകൂടെ നിശ്ചിലെന്ന്. ദൈവത്തിൻ്റെ മകൾ ഈ പരുവത്തിന് നിൽക്കട്ടെ. എന്നും ഇതല്ലയോ, അപ്പോൾ അതുകൊണ്ട് തൊണ്ടയ്ക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ്. അല്ല, നിങ്ങളോടൊന്നും വൈരാഗ്യമോ മണക്കോ ഒന്നും ഉണ്ടായിട്ടല്ല. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പാടുമ്പം എന്നെ പൂട്ടരുത്. എനിക്ക് തെറ്റിച്ചാൽ എനിക്കറിയാം. മുത്തായിപ്പൊന്നും വായിച്ച് എന്നെ ഒതുക്കരുത്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കാര്യം പറയാം. മോനെ ഈ പരുവത്തിൽ നിൽക്കട്ടെ. ഒരു കാര്യം പറയാം, നീ പരീക്ഷ സാധിക്കണം. ആ പരീക്ഷ കഴിയുമ്പോൾ നീ ആരാന്ന് വെളിപ്പെടാൻ പോകുക. പോരാട്ടങ്ങളും പരീക്ഷകളും പ്രതികൂലങ്ങളും ദൈവത്തിന്റെ പൈതലെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്, പതറി പോകരുത്. ഞാൻ എപ്പോഴും പറയും, അനുഭവത്തിൽ നിന്ന് പറയും, നീ മുഴങ്കാലിൻ മേലിരിക്കണം. നീ മുഴങ്കാലിൻ മേലിരുന്ന് ജാഗരിക്കുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതൻ ജാഗരിക്കും. അയ്യോ പറയുക, ഇപ്പോഴോ എന്റെ സാക്ഷി സ്വർഗത്തിൽ, എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലിരിക്കുക.
പ്രൈസ് ദ ലോർഡ്. അബ്രഹാമിനെ പരീക്ഷിച്ചു, അബ്രഹാം അതിൽ വിജയം പ്രാപിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് ഇസഹാക്കിനെ യാഗം കഴിച്ചെന്നില്ല, കടിക്കാൻ നേരത്ത് ഒരാട്ടുകൊറ്റനെ പിടിച്ച് കണ്ടിച്ചെന്ന. ഇസഹാക്കിനെ യാഗം കഴിച്ചില്ലെന്ന ഉൽപ്പത്തിയിലെ. പക്ഷെ ആ സംഭവം യാഗം നടന്നതായിട്ടാണ് എബ്രായ ലേഖനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 21 മുതൽ ഒന്ന് വായിച്ചോ, പെട്ടെന്ന്. വിശ്വാസത്താൽ യാക്കോബ് 17 മുതൽ വായിച്ചോ മാമേ. അബ്രഹാമിനെ പറ്റി വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസഹാക്കിനെ യാഗം അർപ്പിച്ചെന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചതായിട്ട് തെളിവില്ല. അവരാജൻ കത്തി എടുത്തപ്പോഴേ കർത്താവ് ഇടപെട്ട് അവരാജ കണ്ടിക്കരുതെന്ന് പറഞ്ഞു. എടുത്ത കത്തി വീശിയൊന്നുമില്ല. ഞാനും പ്രസംഗിച്ചിട്ടുണ്ട് പൊട്ടത്തരം. ഇപ്പോഴും മിക്കതും പൊട്ടത്തരമൊക്കെയാ. നമുക്ക് ഉണർവുണ്ട്. അപ്പുറം കത്തി എടുത്ത് ഇങ്ങനെ ഓങ്ങി വീശി, അത് നമ്മളെ പെണ്ണുങ്ങളെ ഇളക്കാൻ പറയുന്നതാണ്. വീശിയില്ല, ഓങ്ങിയില്ല, കത്തി എടുത്തന്നേ ഉള്ളൂ. കത്തി എടുത്തപ്പോഴേ കർത്താവ് പറഞ്ഞു അവറാച്ച കണ്ടിക്കരുതെന്ന് പറഞ്ഞു. കാരണം കർത്താവിനറിയാം അവറാച്ചൻ പിന്നെ അമാന്തിക്കത്തില്ല. കത്തി എടുത്ത അവറാച്ചൻ കണ്ടിക്കും. നമ്മൾ കത്തിയെടുത്ത് പിന്നെ ഇങ്ങനെ വീശി ഓങ്ങിയൊക്കെ നിൽക്കും. ജീസസ്. കാരണം കണ്ടിക്കണ്ടെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ മുഴുവൻ ആക്ഷനാണല്ലോ. സ്തോത്രം. ചില നിങ്ങൾ കണ്ടിട്ടില്ല, കൺവെൻഷൻ ആരാധിക്കത്തില്ല, ഇങ്ങനെ നിൽക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കത്തി എടുത്തപ്പോഴേ കർത്താവിന് മനസ്സിലായി ആ രാജ്യം കണ്ടിക്കും. അതുകൊണ്ട് അവർ അബ്രാമേ ബാലന്റെ മേൽ കൈവക്കരുത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഇസഹാക്കിനെ യാഗം കഴിച്ചതായിട്ടില്ല. പക്ഷേ ഈ സംഭവം സ്വർഗത്തിലെ ദൈവം യാഗമായിട്ട് അംഗീകരിച്ചു. അതാ എബ്രായ ലേഖനക്കാരനെ കൊണ്ട് പറയുക, ഒന്നുകൂടെ വായിച്ചേ. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചെന്നാ അവിടെ എഴുതിയേക്കുന്നത്. അടുത്ത വാക്യം, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. അടുത്ത വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. 2 വാക്യത്തിലും അർപ്പിച്ചെന്ന. 2 സാക്ഷികളും 2 വാക്യം മതിയല്ലോ. അപ്പൊ 2 വാക്യത്തിനും കൊടുത്തിരിക്കുക യാഗം അർപ്പിച്ചു. അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം എന്തുവാണ്? അടുത്ത വാക്യത്തിലുണ്ട്, വായിര്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തൻ. ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഞാൻ നിങ്ങളും സേവിക്കുന്ന ദൈവം അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. രോഗികളെ സൗഖ്യമാക്കുന്നവൻ, പൂലക്രിസ്തരെ പിടിവിക്കുന്നവൻ, ചന്ദ്രോഗികളെ സൗഖ്യമാക്കുന്നവൻ, കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നവൻ, ചകിടരെ കേൾക്കുമാറാക്കുന്നവൻ, മുടന്തനെ നടത്തുമാറാക്കുന്നവൻ, ഊമനെ സംസാരിപ്പിക്കുന്നവൻ, മരിച്ചവനെ ഉയർപ്പിക്കുന്നവൻ, നാറ്റം വെച്ചതിന് ജീവൻ കൊടുത്ത് പുറത്തിറക്കാൻ കഴിവുള്ളവനാ ദൈവം. എടാ, ഞാനും നീയും സേവിക്കുന്ന ദൈവം വട്ടുപിടിച്ച ദൈവം അല്ലെന്ന്. അഖിലാണ്ടങ്ങളുടെ ഉടയവനാ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ സകല വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കിയ സർവജ്ഞനായ ദൈവം, അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ഇന്ന് രാത്രി അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ധന്യനാകുന്ന ഏകാലപതി, താൻ മാത്രം അമർത്യതകളുള്ളവൻ, ആരും കാണാത്തവൻ. ഇന്ന് രാത്രിയിൽ ആ സർവജ്ഞനായ ദൈവത്തെ നാം ആരാധിക്കുക. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. അപ്പോൾ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം എബ്രായ ലേഖനകർത്താവ് എടുത്തിരിക്കുക, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ ദൈവം വിശ്വസ്തൻ. അടുത്തത്, ശക്തൻ എന്നെണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്യും. എങ്ങനുണ്ട്? സ്തോത്രം. അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഉൽപ്പത്തിയും കൂടെ ചേർത്ത് പഠിച്ചാൽ ഇസഹാക്കിനെ അബ്രഹാം കൊണ്ട് യാഗം കഴിച്ചു. ഇസഹാക്ക് മരിച്ചു. തിരിച്ചു വന്നത് ഉയർക്കപ്പെട്ട ഇസഹാക്കിനെയും കൊണ്ടാണ് വന്നത്. എബ്രായ ലേഖനവും കൂടെ ചേർത്ത് പഠിക്കുമ്പം സ്തോത്രം, ഉയർത്ത ഇസഹാക്കുമായിട്ടാ അബ്രഹാം തിരിച്ചു വന്നത്. പോകാൻ നേരത്തും അബ്രഹാം പറഞ്ഞല്ലോ, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം ബാല്യക്കാരോട്. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. വിശ്വാസ പ്രഖ്യാപനം. ഇംഗ്ലീഷിൽ എന്തോ ഫെയ്ത്ത് ഡിക്ലറേഷനോ? തെറ്റിയോ? ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത് ആയിക്കോട്ടെ. വിശ്വാസ പ്രഖ്യാപനം. അബ്രഹാം വിശ്വാസത്താൽ പ്രഖ്യാപിച്ചു, എടാ നിങ്ങൾ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, ഞാനും ചെറുക്കനും അവിടെ ചൊല്ലും,
ഞങ്ങൾ രണ്ടുപേരും ദൈവത്തെ ആരാധിക്കും. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, എടാ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം. അത് വേർപാടാ. വേർപാട് പാലിക്കണം ദൈവമക്കള്. കഴുതയും ബാല്യക്കാരെയും കൊണ്ടുപോയ ആരാധന ശരിയാകില്ല. അയ്യോ ആരാധന ഇപ്പൊ ശരിയാ, സ്റ്റേജ് ഇരിക്കുമ്പോൾ തന്നെ മൊബൈൽ തോണ്ടുകയും മാന്തുകയും മർത്താനും വല്ല ആരാധന ശരിയാകുന്നില്ലെന്ന്. ഇല്ലെന്ന്. പല ബിസിനസ്സുകളല്ലേ, ആരാധന ശരിയാകുന്നില്ല. എല്ലാവരും ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഇവനിങ്ങനെ ഉറുക്കനിരിക്കുമ്പോൾ ഇരിക്കുക, ദൈവത്തെ ആരാധിക്കുന്നില്ല, ശരിയാകുന്നില്ല. വേർപാടുണ്ടായിരിക്കണം. ബാലിക്കാൻ നിങ്ങൾ ഇവിടെ ഇരിക്കേ, നിങ്ങൾ കഴുതയുമായിട്ട് വിടുക്കണം. ഞാനും ചെറുക്കാനും കൂടെ അവിടെ ചെല്ലും. എൻ്റെ ഭാഷ പറയാ, ഞാൻ ചെറുക്കനുമായിട്ട് അവിടെ ചെല്ലും. എൻ്റെ കത്തിയുണ്ട്, വിറകുമൊക്കെ ഉണ്ട്, തീയുമൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ചെന്ന് അവൻ്റെ കയ്യും കാലും കെട്ടി യാഗപടത്തിൽ ഞാൻ ഇവനെ കിടത്തി തുണ്ടം തുണ്ടം കണ്ടിക്കും. ഇവനെ കണ്ടിച്ചിട്ട് ഞാൻ ഇവന് തീ കൊളുത്തും. തീ കൊളുത്തി കഴിയുമ്പോൾ ഏതാണ്ട് ഒരു ഹോമയാഗം തികച്ചു തീരാൻ 2 മണിക്കൂറിനാ. 2 മണിക്കൂർ കൊണ്ട് എൻ്റെ ചെറുക്കൻ കത്തിച്ചാമ്പലായി ഒരു പിടി ചാരമാകും. ആ ചാരമായാൽ ചാരം കുടത്തിനകത്ത് നിറച്ച ചെവിടേലും കൊണ്ട് ഒഴുക്കുകയല്ല, ഈ ചാരത്തിൽ നിന്ന് ഞാൻ ഇവനെ ഉയർപ്പിച്ചുകൊണ്ട് തിരിച്ചു വരും. എൻ്റെ ദൈവം അതിന് മതിയായവനാ. അല്ലാതെ അവൻ ചെറുക്കൻ്റെ ചാരം കുടത്തിനകത്ത് ആക്കി വെച്ച് അവൻ കുടുംബക്കാർക്കെല്ലാം കൂടെ വീതം വെച്ച് കൊടുക്കുകയല്ല. കുറച്ച് ചാരം നിങ്ങൾ പാമ്പാടി കൊണ്ടുവെക്കണം. പിന്നെ കുറച്ച് ചാരം നമുക്ക് വത്തിക്കാനിലോട്ടും കൊടുത്തേക്കണം. കുറച്ച് ചാരം നമുക്ക് ദേവലോകത്തോട്ടും കൊടുക്കണം. കുറച്ച് ചാരം ഓക്കുന്നെങ്കിൽ നമുക്ക് എവിടാ കുമ്പനാട്ടോട്ടും. കുമ്പനാട്ട് വേണ്ടായിരിക്കും, എന്നാ വേണ്ട. പ്രൈസ് ദി ലോർഡ്. എടാ ഇസഹാക്കിന്റെ ചാരം ഇത് നമുക്ക് അല്ല. അബ്രഹാമിന്റെ വിശ്വാസം, ഞാൻ ഇവനെ കണ്ടിക്കും, തുണ്ടം തുണ്ടമായിട്ട് വെക്കും, തീ കത്തും, ഇത് കത്തി ഇവന്റെ മാംസം കത്തിക്കരിഞ്ഞ് ചാമ്പലാകും, ഒരു പിടി ചാരമാകുമ്പോൾ ഞാൻ ഇട്ട ചോടുകല്ല, ഈ ചാരത്തിൽ നിന്ന് ഇവനെ ഉയർപ്പിച്ചു തരുവാൻ എന്റെ ദൈവം വിശ്വസ്തൻ. ഇന്ന് രാത്രി നിന്റെ വിശ്വാസം വർദ്ധിക്കേ, വിശ്വാസം വർദ്ധിക്കണം, വിശ്വാസം വർദ്ധിക്കണം. എന്റെ ദൈവം വിശ്വസ്തൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാ. നിന്റെ വിഷയത്തിന് ഇന്ന് രാത്രി ദൈവം പരിഹാരം തരും. ഈ രോഗം നിന്നെ മുടിച്ചു കളയാനല്ല, ഈ രോഗത്തിന് യേശു സൗഖ്യം തരും. ഈ പ്രശ്നം നിന്നെ തകർത്ത് കളയാനല്ല, ഈ പ്രശ്നത്തിൽ നിന്ന് യേശു നിന്നെ പിടിവെക്കും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, വിശ്വാസത്തിൽ പ്രഖ്യാപിക്ക്, എന്റെ കുടുംബം നശിച്ചു പോകത്തില്ല, ഞാൻ മുടിഞ്ഞു പോകത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല, എന്റെ തലമുറ നശിക്കത്തില്ല, ഞാൻ ശുശ്രൂഷയിൽ പരാജയപ്പെടത്തില്ല. എന്റെ ദൈവം എന്നെ മാനിക്കും, സഭയെ ദൈവം ഉയർത്തും, സെന്ററിനെ അനുഗ്രഹിക്കും, ആത്മാക്കളെ ദൈവം തരും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ. അവിശ്വാസം എന്ന ദുഷ്ടകൃത്യത്തെ ശാസിച്ച് ഇന്ന് രാത്രി വിശ്വാസത്തിൽ പ്രഖ്യാപിക്ക്, എന്റെ ദൈവം എന്നെ വിടുവിക്കും, എന്റെ ദൈവം എന്നെ രക്ഷിക്കും, എന്റെ ദൈവം എനിക്ക് നീക്കുപോക്ക് നൽകും. നമ്മുടെ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാ. നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി സാത്താന്റെ കെട്ടുകളെ അഴിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ഞാൻ അധികാഭാഗം പറയുന്നില്ല, എന്നേക്കാൾ നന്നായിട്ട് ദൈവവചനം അറിയാവുന്ന കർത്തദാസന്മാരാ കേൾക്കുന്നത്. ഒറ്റ വാക്കി പറഞ്ഞാൽ, ഈ പരീക്ഷ ജയിക്കുക ഉയർത്ത ഇസഹാക്കുമായിട്ടാണ് പോകുന്നത്. ഈ പ്രതിരൂപ സ്വരൂപമാണല്ലോ പഴയ നിയമവും പുതിയ നിയമവും, നടിലും പൊരുളും. അങ്ങനെ നടിലും പൊരുളും പഠിക്കുമ്പോൾ സാധാരണ പഠിക്കാറുള്ളതും പഠിപ്പിക്കാറുള്ളതും വലിയ കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് അങ്ങനെ വലിയ അപാകതയില്ല. അബ്രഹാം പിതാവായ ദൈവത്തിന് നടുലായിട്ട് നിൽക്കുകയും ഇസഹാക്ക് കർത്താവാകുന്ന ക്രിസ്തുവേശുവിന് നടുലായിട്ട് നിൽക്കുകയും, അതുപോലെ തന്നെ റിബേക്ക ദൈവസഭയ്ക്ക് നടുലായിട്ടൊക്കെ ആ നടിലും പൊരുളും പഠിപ്പിക്കുന്നത് വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ സൈബാജ് അപ്പം അങ്ങനെ അങ്ങോട്ട് പഠിച്ചാൽ ഉയർത്ത ഇസഹാക്കുമായിട്ടാ അബ്രഹാം തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഞാനൊരു ചോദ്യം നിങ്ങൾക്കറിയാം, അങ്ങനെയെങ്കിൽ ഇസഹാക്ക് മരിക്കുന്നത് എത്രാം അധ്യായത്തിലാ? ഏതപ്പാ ഗോതമംഗലം വായിച്ച 2 സഹോദരിമാരുണ്ട്, അവരോടാ ചോദ്യം. മറ്റവരോട് നിങ്ങളുടെ ലിയോ മൈക്കിരിക്കുന്നത്. ഇസഹാക്ക് മരിച്ചത് ഏത് അധ്യായത്തിലാന്ന്? ഇതുങ്ങൾ രണ്ടും അമ്മാമ്മ, ഇസഹാക്ക് മരിച്ചത് ഏത് അധ്യായത്തിലാന്ന്? ഈ വിധത്തിൽ ചിന്തിച്ചാൽ
22 അതെ, 22 അബ്രഹാമിനെ പരീക്ഷിക്കുന്നത്, 22 ഇസഹാക്കിനെ യാഗം കഴിക്കുന്നത്. അവിടെ കണ്ടിക്കുന്നില്ലെങ്കിൽ എബ്രായ ലേഖനം ചേർത്ത് പഠിച്ചാൽ യാഗം നടന്നെന്നാ. യാഗം അർപ്പിച്ചു 2 പ്രാവശ്യം. ഇനി ഇങ്ങോട്ട് നോക്കിക്കോ, നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് സഹായത്വമായിട്ട് നിൽക്കണേ. സ്തോത്രം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ 22-ാം അധ്യായത്തിൽ ഇസഹാക്ക് മരിച്ച് അടക്കപ്പെട്ട ഉയർത്ത ഇസഹാക്കുമായിട്ടാ അബ്രഹാം തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഞാൻ പ്രത്യാശയ്ക്കൊരു കാര്യം പറയാം, ഇത് കാൽവറി മരണത്തിന് നിഴല. യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ മരണം മനുകുലത്തെ രക്ഷിക്കുവാൻ, മാനവജാതിയെ രക്ഷിക്കുവാൻ, മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കുവാൻ, മനുഷ്യവർഗത്തിന്റെ രക്ഷ വരുത്തുവാൻ, അവരെ വീണ്ടെടുക്കുവാൻ ഒരുവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവനെ തന്നു. അതിന് നിഴലാണ് 22. ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് വരിക. അപ്പം ഇസഹാക്കിന്റെ മരണം ഏത് അധ്യായത്തിലാ? 20 മൈക്ക് കൂടെ പറഞ്ഞു. ഉൽപ്പത്തി 22. ഇങ്ങോട്ട് നോക്കിയേ, ഒരു ചോദ്യവും കൂടെ. ഇസഹാക്കിന് അമ്മാമ്മ കുനിഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിക്കുകയല്ലെന്ന് ഓർത്താണോ? കുനിഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, നേരെ നോക്കുമ്പോൾ ചോദിക്കുകയല്ല. 22-ലാണ് ഇസഹാക്കിന്റെ മരണം. ഇസഹാക്കിന്റെ കല്യാണം ഏത് അധ്യായത്തിലാ? ഭാഷന്മാരും പറയണ്ട. മാണിച്ച 24-ാം അധ്യായം. മാണിച്ചന്റെ ഇരിപ്പുണ്ട്, കല്യാണത്തിന് വിളിക്കാത്തത് പോലെ ആയിരിക്കുന്നത്. 24-ലാണ് ഇസഹാക്കിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ 22-ൽ ഇസഹാക്ക് മരിച്ചു, അടക്കി. ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് വരിക. ഒരൊറ്റ അധ്യായം കഴിഞ്ഞ ഉടനെ ഇസഹാക്കിന്റെ കല്യാണമാണ്. ഞാൻ അധ്യായത്തിന്റെ കണക്കിലായി പറയാനേ, അധികം താമസിച്ചില്ല. ഒരൊറ്റ അധ്യായത്തിന്റെ വിടവേ ഉള്ളൂ. ആ വിടവും വലിയ വിടവാ. ഇസഹാക്കിന്റെ അമ്മ മരിക്കുക, സാറാമ മരിക്കുക. അതാ 23-ൽ സാറാമ മരിക്കുന്നു. ആ ഒരു ചെറിയ വിടവേ ഉള്ളൂ. അടുത്ത 24-ൽ ഇസഹാക്കിന്റെ കല്യാണം. എലയാസറിനെ വിട്ടു. എലയാസർ അതിന്റെ പരുവത്തിന് നിന്നപ്പം വെള്ളം കോരാനായിട്ട് ഇല്ല, ഈ കിണറ്റിൻകരയല്ല പരിപാടി മുഴുവൻ. ആട്ടെ, ആ നടത്തവും വരവും ഒക്കെ കണ്ടപ്പോഴേ മനസ്സിലായി, ബാല അതിസുന്ദരി എന്ന അത് ആത്മീക സൗന്ദര്യം. ഒന്നും വിവരിക്കുന്നില്ല ഞാൻ. അവിടെ ആ നടപ്പും വരവും കണ്ടു, ചോദ്യമൊക്കെ ചോദിച്ചു. അതിനും ആൻസറൊക്കെ പുള്ളി പറഞ്ഞതുപോലെ ചില വെള്ളം കുടിക്കാൻ തരണമെന്ന് പറഞ്ഞപ്പം സഹോദരി എന്തുവാ പറഞ്ഞേ? ഉറക്കെ പറ. റിബാക്കയുടെ താല്പര്യമില്ലെന്ന് തോന്നുന്നു. എന്തുവാ പറഞ്ഞേ? നിനക്കും തരാം, ഒട്ടകത്തിനും കൊടുക്കാം. ഇങ്ങോട്ട് നോക്കിയാൽ എത്ര ഒട്ടകം ഉണ്ടായിരുന്നു? ഉള്ളതാട്ട് 10 ഒട്ടകങ്ങൾ. 10 ഒട്ടകങ്ങൾ. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ 10 ഒട്ടകം നിനക്കും തരാം, നിന്റെ ഒട്ടകത്തിനും. ഇത് കേട്ടപ്പോൾ ഇവിടെ നടത്തോൻ രീതി, സംസാരവും ശൈലിയും പ്രകൃതവും ആ വരവും ഒക്കെ കണ്ടപ്പോഴേ എലയാസറിന് ബോധിച്ചു, ഇത് ഞങ്ങളുടെ വീട്ടിൽ നിർത്താൻ കൊള്ളാവുന്ന അല്ല 10 ലക്ഷം ഒരു ഭൂതോ അല്ല. തൂക്കുകയില്ല, വാരുകയില്ല, തുണിയും കഴുകുകയില്ല, വീട്ടിലുള്ളവർക്ക് ഒന്നും കൊടുക്കുകയില്ല. ചുമ്മാ ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നിന്നിങ്ങനെ. എവളെ കണ്ടപ്പോഴേ പിടികിട്ടി, ഇവളെ കുടുംബത്തിൽ നിർത്താൻ കൊള്ളാം. ഉത്തമത്രിയായ ബാലയെ തിരഞ്ഞ ബ്രാഹ്മിൻ പ്രത്യാവരം ചെയ്ത ബലയെ. ഉത്തമത്രിയായ ബാലയെ തിരഞ്ഞ ബ്രാഹ്മിൻ പ്രത്യാവരം ചെയ്ത ബലയെ. പാടാൻ അധികം നേരമില്ല, അധികം ശീലം പാടാൻ നോക്കുകയല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ റിബാക്കായെ കണ്ട് ഇസഹാക്കിന്റെ കല്യാണമാണ്. അപ്പൊ 22-ൽ മരിച്ചു, അടക്കി.
ഉയർത്ത ഇസഹാക്ക്. 24 കല്യാണമാണ്. ഒരു കാര്യത്തോടെ പറയാം, കാൽവറിയിൽ യേശു നമുക്ക് വേണ്ടി മരിച്ചു. അടക്കി തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു, ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. അധികം താമസിക്കാതെ തിരുസഭയെ വേളി കഴിപ്പാൻ അവിടുന്ന് തിരിച്ചു വരാൻ പോവാ. 23-ാം അധ്യായത്തിൽ ഒരൊറ്റ വിടവല്ലേ ഉള്ളൂ. അവൻ അടുത്ത 24 കല്യാണം നടക്കുകയല്ലേ. അവൻ കാൽവറിയിൽ ദൈവത്തിന്റെ അളവുകോൽ വെച്ച് ദൈവത്തിന്റെ ദിവസങ്ങളും മാസങ്ങളും വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അധികം താമസമില്ലാതെ തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് വാട്ടം, കറ, ചുളുക്കം, മാലിന്യമൊന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രയുമായി തനിക്ക് മുൻനിർത്തേണ്ടതിന് അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി തനിക്ക് മുൻനിർത്തേണ്ടതിന് അവൻ വേല കഴിപ്പാൻ കടന്നു വരുവാൻ യേശു സമാഗതമായി. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. വാട്ടമാലിന്യം ഇല്ലാതെ നീ നിന്നാൽ ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കഴിക്കോ. ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കഴിക്കോ. വാട്ടമാലിന്യം ഇല്ലാതെ നീ നിന്നാൽ ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കഴിക്കോ. ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കഴിക്കോ. നീളെ യുഗമായി തന്റെ കൂടെ വാണിടാ. നീളെ യുഗമായി തന്റെ സിയോൻ കുമാരി നിൽക്കാന്തൻ വേഗം വരുന്നീതാ. സിയോൻ കുമാരി നിൽക്കാന്തൻ വേഗം വരുന്നീതാ. പ്രത്യാശയുള്ളവർ കരം ഉയർത്ത് ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ ഒരു കാര്യം കൂടെ പറയാം. കർത്താവ് കാൽവറിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു. 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അധികം താമസിക്കാതെ സഭ ആരംഭിക്കുകയായിരുന്നു. എല്ലാം കൂടെ ഒരു 50 ദിവസം. ഇസഹാക്ക് മരിച്ചു, അടക്കി, ഉയർത്ത ഇസഹാക്കുമായിട്ട് എൻ്റെ ഭാഷ അവറാച്ചൻ വീട്ടിലോട്ട് വരുമ്പോൾ കേട്ട വാർത്ത എന്നാന്നറിയാമോ? സ്തോത്രം, അവന് വേണ്ടി ഒരു പെൺകുട്ടി അവിടെ ജനിച്ചെന്ന്. നിങ്ങൾ ആ തിരുവെടുത്തൊന്ന് വായിച്ച ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങൾ. 23-ന്റെ മേളിൽ ഒരു ചെറിയ കണ്ണിക ഉണ്ടല്ലോ അമ്മാമ്മ, ആ കണ്ണിക അങ്ങ് വായിച്ചു. അനന്തരം മിൽക്കായും നിന്റെ സഹോദരനായ നാഹോരിന് മക്കളെ പ്രസവിച്ചിരിക്കുന്നു. നിന്റെ സഹോദരനാകുന്ന നാഹോറിന് മക്കളെ പ്രസവിച്ചിരിക്കുന്നു എന്ന് അബ്രാഹാമിന് വർത്തമാനം കിട്ടി. നിന്റെ സഹോദരനാകുന്ന അവന് പ്രിയപ്പെട്ടവന് മിൽക്കയും മക്കളെ പ്രസവിച്ചെന്ന് വർത്തമാനം കിട്ടി. അവർ ആരെന്നാൽ ആദ്യജാതൻ ഊസ്, പിന്നെ അവന്റെ ബ്രദർ ബൂസ്, പിന്നെ അവന്റെ അനുജൻ ബൂസ്, അരാമിന്റെ പിതാവായ കെമുവേൽ, കേശദ്, ഹസോ, പിൽദാശ്, ഇദലാഫ്, ബെഥുവേൽ. അടുത്തത് ബെഥുവേൽ റിബേക്കായെ ജനിപ്പിച്ചു. ആ റിബേക്കയാണല്ലോ ഇസഹാക്കിന്റെ വധു. അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇസഹാക്കുമായിട്ട് തിരിച്ചു വരുമ്പോൾ കേൾക്കുന്ന വാർത്ത ബെഥുവേലിന് റിബേക്ക ജനിച്ചെന്ന്. കാൽവറിയിൽ അവിടുന്ന് മരിച്ചു, അവൻ അടക്കി. തിരുവെടുത്ത് പറയും പോലെ 3-ന് ഉയർത്തു. 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ 10 കൂടിയിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇരുന്ന ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളെ സംസാരിച്ചു തുടങ്ങി. പല ഭാഷക്കാരുമൊക്കെ കടന്നു വന്നു. പത്രോസ് 11 പേരോട് കൂടെ എഴുന്നേറ്റ് ഒരൊറ്റ പ്രസംഗം കൃപയിൽ നിന്നു. അവൻ 3000 ഒറ്റയടിക്ക് കയറി. ആ 47-ാം വാക്യം, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. അധികം താമസിക്കാതെ യേശു തിരിച്ചു വരും. എന്തിന്? തിരുസഭയെ വേളി ചെയ്യുവാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പരീക്ഷകൾ വിവിധമായി വരുമ്പോൾ ക്ഷീണിച്ചു മടുത്തു പോകരുത്. നീ അതിനെ തരണം ചെയ്ത് അതിനെ ജയിക്കണം. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞു വരാൻ പോവുക. ഈ വിവിധ പരീക്ഷകൾ വരുമ്പോൾ എന്നെ കൊണ്ടൊക്കുമോ എങ്ങനെയാകുമെന്ന് ചിന്തിക്കണ്ട. പാപമടിക്ക് നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ നായകൻ. സ്തോത്രം. സകല വിഷയത്തിലും അവിടുന്ന് ജയിച്ചു. യേശുവിനെ പിശാച് പരീക്ഷിച്ചല്ലോ. മത്തായി 4-ഉം ലൂക്കോസ് 4-ഉം മർക്കോസൂടെ ചേർത്ത് പഠിക്കുമ്പോൾ മത്തായി, ഞാനെപ്പോഴും പറയും, മത്തായി 4 വായിക്കുന്ന ഈ 40 കഴിഞ്ഞപ്പോൾ പിശാച് വന്നെന്ന.
എന്നാൽ ലൂക്കോസ് പറഞ്ഞത് 40 കഴിഞ്ഞപ്പോഴല്ല 40 ദിവസവും പിശാച് പോരാടിയെന്ന. മത്തായി 4:1 ലൂക്കോസ് 4:1-2 വായിച്ചേ പെട്ടെന്ന്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. ഉപവസിച്ച് കഴിഞ്ഞാന്നേ വിശന്നത്. നമുക്ക് ഡേറ്റ് കേൾക്കുമ്പോഴേ വിശക്കുന്ന വിശുദ്ധന്മാരുണ്ട്, അത് പോട്ടെ. അപ്പോൾ ഉപവാസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. ചിലക്ക് കടുക് താളിക്കുന്ന മണം അടിക്കാൻ മേല, അന്നേരം പ്രമാണം വിടും. അതാ ചെല്ലി പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൽ അടുപ്പിൽ പോലും ഒന്നും കത്തിക്കല്ല, കത്തിച്ച ഇപ്പുള്ളി കുഴയും. അതിനാ വരുന്നവനെയും കൊണ്ടിട്ട് കുഴയ്ക്കുക. അപ്പൊ ഏതായാലും യേശുവിന് ഇത് കഴിഞ്ഞപ്പോഴാണ് വിശന്നത്. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്. അപ്പൊ മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നത് 40 കഴിഞ്ഞപ്പോൾ പിശാച് വന്നെന്ന. എന്നാൽ ലൂക്കോസ് കുറച്ചുകൂടെ ചരിത്രം നന്നായി പഠിച്ച ആളായത് കൊണ്ട് പറഞ്ഞത് 40 കഴിഞ്ഞപ്പോഴല്ല, 40 ദിവസവും പരീക്ഷിച്ചെന്നാ വായിച്ചേ. ലൂക്കോസ് 4:1 മുതലേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിന്നെ പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. പിശാച് അവനെ 40 ദിവസവും പരീക്ഷിച്ചുകൊണ്ടിരുന്ന. അപ്പൊ 40 കഴിഞ്ഞപ്പോഴല്ല വന്നത്, വന്നു. പക്ഷെ 40 ദിവസവും പിശാച് പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇനി എങ്ങനത്തെ പരീക്ഷയായി 40 ദിവസം? അതിനെപ്പറ്റി ഒരു സൂചന മർക്കോസ് തരുന്നുണ്ട്. മർക്കോസ് 1:12. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആനയും കടുവായും പുലിയും കരടിയും സിംഹവുമായിട്ട് യേശുക്രിസ്തു ഉപവസിച്ച് പ്രാർത്ഥിച്ചെന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള എല്ലാ വന്യജീവികളും ആ സമയത്ത് അവിടെ കാണത്തുമില്ല. കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ചിന്ത അവൻ വലിയ തെറ്റില്ല. മൃഗീയമായ പല വിഷയങ്ങൾ ഈ 40 ദിവസവും ജീവിതത്തിൽ ആഞ്ഞടിച്ചു. എന്നാൽ അതിനെയെല്ലാം യേശു ജയിച്ചു. എന്നെ കേൾക്കുന്ന കർത്തൃവേലക്കാരെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, മൃഗീയമായ പല വിഷയങ്ങൾ നിന്റെ ശുശ്രൂഷയിൽ, ജീവിതത്തിൽ, കുടുംബത്തിൽ വ്യക്തിപരമായി കടന്നു വരുമ്പോൾ നീ തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്. അതിനെ തരണം ചെയ്യുവാൻ, അതിജീവിക്കുവാൻ, ജയിക്കുവാൻ ദൈവം നിനക്ക് കൃപ നൽകും. കാട്ടുമൃഗങ്ങളോട് എന്ന് പറഞ്ഞാൽ കാട്ടാനയും കരടിയും പുലിയായിട്ട് ഉപവസിച്ചെന്നൊന്നും എന്ന് പറഞ്ഞാൽ ഈ മൃഗീയമായ സ്വഭാവമുള്ള വ്യക്തികളുണ്ട്. പുസ്തകത്തിൽ അങ്ങനെ ആണെന്നല്ലോ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഒരുത്തനെ പറ്റി പറയാം, അവൻ കാട്ടുകഴുതയെ പോലാണ്. കഴുതയല്ല, കാട്ടുകഴുത സ്വഭാവമാണ്. കഴുതയ്ക്ക് ബോധമുള്ളതല്ല, കാട്ടുകഴുതയ്ക്ക് യാതൊരു ബോധവും ഉള്ളതല്ല. ഒരുത്തനെ പറ്റി പറയാ ബാലസിംഹമാണ്. ഒരുത്തനെ പറ്റി പറയാ കടിച്ചു കീറുന്ന ചെന്നായി. ഒരുത്തനെ പറ്റി പറയാ പേടമാൻ. സ്തോത്രം. ഇങ്ങനെ ചില പരാമർശങ്ങൾ തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ മൃഗീയമായ പല വിഷയങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. നമ്മുടെ ജീവിതത്തിലും മൃഗീയമായ പല വിഷയങ്ങൾ കടന്നു വരും. ഞാൻ ദൈവമക്കളോട് ഉറപ്പിന്, ധൈര്യത്തിന് ഒന്നുകൂടെ ആവർത്തിക്കാൻ നിങ്ങൾക്കറിയാം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ 2 വിഷയത്തിൽ നീ ജയിക്കണം. 1 ആത്മശക്തി, 2 ദൈവത്തിന്റെ വചനത്താൽ. ഈ പല പരീക്ഷകളും പോരാട്ടങ്ങളും യേശുവിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവിടുന്ന് ജയിച്ചത് ആത്മശക്തിയോടെ കടന്നുപോയി. ദൈവത്തിന്റെ വചനത്താൽ ഇതിനെ ജയിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വിവിധ പരീക്ഷകളും പോരാട്ടങ്ങളും വരുമ്പോൾ ദൈവത്തിന്റെ വചനത്താൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ അതിനെ ജയിക്കണം. മൂത്താമ്പാക്കൽ ഉപദേശിയോട് ഒരുത്തം വന്ന് ചോദിച്ചു, അപ്പച്ചാ പരീക്ഷ ഉണ്ടോന്ന്. പുള്ളി പറഞ്ഞു പരീക്ഷ ഉണ്ട് മോനെ. അപ്പൊ അവൻ ചോദിച്ചു, അറിയാനുള്ള തൃഷ്ണയ്ക്ക് ചോദിച്ചു, എപ്പോഴൊക്കെയാ പരീക്ഷ എന്ന്. ടൈം അറിയാറുന്നേ അതനുസരിച്ച് ജീവിക്കാനാ. ഉടനെ ഉപദേശി പാടിയ പാട്ട് നിങ്ങൾക്കറിയാം. പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങി കിടന്നാലും പരീക്ഷിക്കും. പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങി കിടന്നാലും പരീക്ഷിക്കും. അപ്പോൾ പകലിൽ പരീക്ഷ വരും, രാത്രി പരീക്ഷ വരും, ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കും. അതൊന്നും വിവരിക്കുന്നില്ല. അപ്പൊ അവൻ വന്ന് ചോദിച്ചു, അപ്പച്ച ആരൊക്കെയാ പരീക്ഷിക്കുന്നെന്ന്. ആളറിയാമെങ്കിൽ അതിനനുസരിച്ച് നിൽക്കാനാ. ഉടനെ അടുത്ത ലൈൻ എഴുതി, പാപം പരീക്ഷിക്കും ലോകം, പരീക്ഷിക്കും സാത്താൻ, ബന്ധുക്കൾ തൻ മർത്യജഡം. പാപം പരീക്ഷിക്കും ലോകം,
പരീക്ഷിക്കും സാത്താൻ ബന്ധുക്കൾ താൻ. മർത്യജഡം പാപം പരീക്ഷിക്കും, ലോകം പരീക്ഷിക്കും, താത്താൻ പരീക്ഷിക്കും, മർത്യ ജനങ്ങൾ പരീക്ഷിക്കും, ബന്ധുമിത്രാദികളെ കൂടി വിവിധ പരീക്ഷകൾ ദൈവവൈദ്യരെ നിനക്കെതിരെ വരും. അപ്പൊ എങ്ങനെ ജയിക്കാന്നും കൊച്ചുകുഞ്ഞ് അതിനടിയിൽ എഴുതിയിട്ടുണ്ട്. ദൈവാത്മശക്തിയാലെല്ലാം ജയിക്കുവാൻ നസറായ വീരൻ താൻ സഹായിക്കും. ദൈവാത്മശക്തിയാൽ എല്ലാം ജയിക്കുവാൻ നസറായ വീരൻ താൻ സഹായിക്കും. ജിബ്രാൾട്ടർ പാറമേൽ തട്ടും തീരാപോലി ചോണി തലത്തിലും പരീക്ഷകൾ. ജിബ്രാൾട്ടർ പാറമേൽ തട്ടും തീരാപോലി ചോണി തരത്തിലും പരീക്ഷകൾ. എന്നെ കേൾക്കുന്ന പ്രിയരെ, വിവിധ പരീക്ഷകൾ കടന്നു വരുമ്പോൾ നീ തകർന്നു പോകരുത്. രണ്ട് വിഷയത്തിൽ അതിനെ ജയിക്കണം. ഒന്ന് ദൈവത്തിന്റെ വചനത്താൽ, രണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. ഞാൻ പെന്തിക്കോസുകാരോട് പറയാറുണ്ട്, എടാ നമ്മുടെ ആരാധനയില് ഈ രണ്ട് കാര്യവും ശക്തമാക്കണം. 1 മണിക്കൂർ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. നിന്റെ ചപ്പളാത്തി അടിയും നിന്റെ ഷൂ ബലൂന്റെ കാറ്റ് പോലെ നിന്നെ പിശാചി ചപ്പും. ഇനി എന്നാ ചപ്പാനാ? പണ്ട് നാടൻ മാവേന്ന് മാങ്ങ വീടുമ്പോൾ നമ്മൾ ഓടിച്ചെന്നെടുത്തേച്ചു. എടാ, സഭായുഗത്തില് സഭയെ വരുന്ന എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. നീ കമ്മിറ്റി കയറുകയാണെ അഭിഷേകത്തിൽ വേണം കയറാൻ. നീ സെക്രട്ടറി ആ ട്രഷറർ ആ എന്നോട് പറഞ്ഞു ഒന്നും പറയരുന്ന പറഞ്ഞേ പോവുള്ളൂ. ആ സ്തോത്രം. ഒരാളുടെ കാര്യം ഒരു സഭയുടെ കാര്യമല്ല, മുഴുവൻ ആൾക്ക് മുഴുവൻ പെന്തിക്കോസുകാരോടാണ്. ഇതിനകത്ത് വരുന്നവനെല്ലാം അഭിഷേകം പ്രാപിക്കണം. നീ ആത്മനിറ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നീ നിറയണം. സ്തോത്രം. പാട്ട് പാടുമ്പോൾ ഇങ്ങനെ ടാറ്റ അടിച്ച് നിൽക്കുകയല്ല. കൈ അടിച്ച മുഴങ്കാലുണ്ടെങ്കിൽ മുഴങ്കാലിലിരുന്ന് ഇനി കസേരയിലാട്ട് ഇരുന്ന് അന്യഭാഷ പറഞ്ഞ് നീ ദൈവത്തെ ആരാധിക്കണം. എടാ, പാട്ട് പാടാൻ വരുന്നവനെല്ലാം അഭിഷേകം പ്രാപിച്ചവനായിരിക്കണം. കൊട്ടാനും ഞോണ്ടാനും വരുന്നവനും അഭിഷേകം ഉണ്ടായിരിക്കണം. നീ നിന്റെ കുന്തമൊന്നും കാണിക്കരുത്. ആ സ്തോത്രം. അഭിഷേകമില്ലാത്ത ഒറ്റ ഒരുത്തനെ കേറ്റരുത്. നിന്റെ പെട്ടിയും കുന്തോട്ട് തന്നെ പോടാണ് പറയണം. ആ സ്തോത്രം. ഇത് പെന്തിക്കോസാ. ഇത് പെന്തിക്കോസാ. ആരാധനയുടെ വിടുതൽ അനുഭവിച്ച ദൈവമക്കളാണ് ഇതിനകത്തിരിക്കുന്നത്. അന്യഭാഷയുടെ ശക്തിയുടെ മഹത്വം മനസ്സിലാക്കിയവര് ഇന്ന് രാത്രി ഇരിക്കുന്നത്. ഇതാരുടെ കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാ. ആരുടെ കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാ. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന സകല ഉയർച്ചകളെ പിടിച്ചടക്കും. ശക്തി ദൈവത്തെ ആരാധിക്കണം. സഭായുഗത്തിന് 1 മണിക്കൂർ നൃത്തം ചെയ്ത് ആരാധിക്കണം. ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ താങ്കൾക്കുള്ളവരല്ല. ആകയാ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ. പ്രൈസ് ദി ലോർഡ്. 1 മണിക്കൂർ നന്നായിട്ട് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ച്, എൻ്റെ അഭിപ്രായം കൂടെ ചേർത്ത് പറയാം, 1.5 മണിക്കൂർ കറതീർന്ന വചനവും കൂടെ പ്രസംഗിച്ച് ആ സഭയെ തകർക്കാൻ ഒരു ശക്തിക്ക് ഒക്കത്തില്ല. ആ ദൈവഭക്തനെ മുടിച്ചു കളയാൻ ആർക്കും ഒക്കത്തില്ല. 2 വിഷയത്തിൽ നീ ജയിച്ചോണം. 1 ആത്മശക്തി, 2 ദൈവത്തിന്റെ വചനം. പരീക്ഷകളെ ജയിക്കുവാനുള്ള മാർഗം ഒന്നതാ. ആമേൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യം. ഞാൻ ഇങ്ങനെ പറഞ്ഞ ഓരോ അധ്യായത്തിലും കയറി പറഞ്ഞ് സമയം അങ്ങ് പോകും. അതുകൊണ്ട് എടുത്ത വാക്യത്തോട് കൂറ് പുലർത്താം. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് കുറുവാക്യം ഒന്നുകൂടെ വായിച്ചോ മാമേ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്. കുറുവാക്യം വായിക്കാനല്ലേ? ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. അടുത്ത ഫലമാ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിൽക്കണം, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിന്നില്ലെങ്കിലോ?
എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിന്നില്ലെങ്കിലോ? അടുത്തു വരും. അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ ചിലരെ ധരിച്ചു വച്ചേക്കുന്നത് പൽസിക്കുമ്പോ ഇവൻ ഓടുവന്ന. നീ ആട്ടിയാലും തുമ്മിയാലും ഒന്നും പോകുന്നതല്ല വ്യായ. വചനം പഠിപ്പിക്കുന്നത് എതിർത്ത് നിൽക്കണം. പിന്നെ ചിലര് ആട്ടുന്നത്, യേശു ഒരിക്കൽ പറഞ്ഞല്ലോ, സാത്താനെ എന്നെ വിട്ട് പോന്നാ യേശു പറഞ്ഞു. നമ്മൾ അധ്യക്ഷന്റെ മുഖത്ത് ഒരു കുടം തുപ്പല്. യേശു സാത്താനെ എന്നെ വിട്ട് പോ, അത്രയോ പറഞ്ഞോളൂ. നമ്മളെ കുറച്ചുകൂടെ കട്ടിക്ക് അനത്തുക. കുഴപ്പമില്ല, ഞാൻ എതിർക്കുന്നില്ല. അങ്ങനൊന്നും ആട്ടിയാലൊന്നും യവൻ പോകുകയില്ല. യവൻ പോകണമെങ്കിൽ അവനോട് എതിർത്ത് നിൽക്കണം. ദൈവത്തിന് കീഴടങ്ങി ഇവനോട് എതിർത്ത് നിൽക്കണം. എല്ലാം വിവരിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മുടെ വിഷയവും. ഈ വിഷയം തെളിയിക്കാൻ, എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന വിഷയം തെളിയിക്കാൻ നിങ്ങൾക്കെല്ലാം പരിചിതമായ ഒരു ഭാഗത്തേക്ക് പോകുക. പഴയ നിയമത്തിലൊരു സംഭവം. ഞാൻ ആ സംഭവത്തെ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. പണ്ട് ഇസ്രായേലിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടന്നു, ഒരു ഫാസ്റ്റിംഗ് പ്രയർ. ഇത് കൺവെൻഷനാ, വിഷയം വന്നതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നതേ ഉള്ളൂ. ഇസ്രായേലിൽ പണ്ടൊരു ഫാസ്റ്റിംഗ് പ്രയർ, ഒരു 40 days ഫാസ്റ്റിംഗ് പ്രയർ. ഇപ്പോഴത്തെ ഫാസ്റ്റിംഗ് പ്രയറിലൊക്കെ അങ്ങനെ ആൾക്കാരുടെ പേരുകൾ നല്ലതാണ്, പേരുകൾ. പക്ഷേ ചിലയിടത്ത് അതിശോക്തിയുണ്ട്. ഇന്നാളൊരു നോട്ടീസ് കുറച്ച് നാൾ മുമ്പ് കണ്ടു, അപ്പോസ്തലൻ ഇന്നയാള്, അപ്പോസ്തലൻ ഇന്നയാള്, അപ്പോസ്തലൻ ഇന്നയാള്. മിക്ക അപ്പോസ്തലന്മാർക്ക് പുസ്തകക്രമം പോലും അറിയാൻ മേല. അപ്പോസ്തലന്മാർ കാട്ടിക്കൂട്ടുന്നത് അത് വേറൊരു വിഷയം, അതവിടെ നിൽക്കട്ടെ. എല്ലാവരും അപ്പോസ്തലന്മാരാണോ? അപ്പോസ്തലന്റെ ലക്ഷണം എന്നാ, അപ്പോസ്തലന്റെ വിശേഷത എന്നാ, അപ്പോസ്തലന്റെ ശുശ്രൂഷ എന്നാ, അപ്പോസ്തലിക ശുശ്രൂഷ എന്താ, അതെല്ലാം തിരുവചനത്തിലുണ്ട്, പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ആൾക്കാരുടെ പേരുകളൊക്കെ ഡോക്ടർ, റവറൻ, പാസ്റ്റർ എല്ലാം കൂടെ വെച്ച് ആനത്തുന്നത്. ഡോക്ടർ, റവറൻ, പാസ്റ്റർ, പിന്നെ സോ ആൻഡ് സോ, പിന്നെ BTH, BD, MD, MT, പിന്നെന്തെല്ലാം ചുമതല കൊണ്ടത് മുഴുവൻ. നിങ്ങളിപ്പോൾ കല്യാണത്തിനൊക്കെ ചിലർ അനുശോചനം പറഞ്ഞ് കണ്ടില്ലേ, എൻ്റെയും എൻ്റെ കുടുംബത്തെയും ഞാനിപ്പോൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇന്നതിൻ്റെയും പിന്നെ അതിൻ്റെ ഇതിൻ്റെ ഒരു 10-15 കൂട്ടം കാര്യം 1 മിനിറ്റ് കൊടുത്തതാ. അപ്പം വന്നവരെല്ലാം അറിയണം പുള്ളി ഇത്രയും ചുമതല വഹിക്കുന്ന. പിന്നെ മെനക്കേടാണ് മിക്കതും. ഒരു കാര്യം പറയാം, ഇവിടെ 40 days ഫാസ്റ്റിംഗ് പ്രയർ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു വിശേഷത, 2 ഗ്രൂപ്പുകാർ തമ്മിലുള്ള പ്രാർത്ഥനയാണ്. ഞാനതെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? 2 ഗ്രൂപ്പുകാർ തമ്മിലുള്ള പ്രാർത്ഥന. 2 ഗ്രൂപ്പ്. ഇപ്പൊ എല്ലായിടത്തും ഗ്രൂപ്പാണല്ലോ, വിവരിക്കുന്നില്ല അധികം. 2 ഗ്രൂപ്പ് വായിച്ചേ. 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. 2 ഗ്രൂപ്പുകാർ തമ്മിലുള്ള പ്രാർത്ഥന. ഫെലിസ്ത്യർ ഇപ്പുറത്തോലും ഒരു മലഞ്ചെരുവിലും, ഫെലിസ്ത്യര് ഇപ്പുറത്ത് ഒരു മലഞ്ചെരുവിലും, ഇസ്രായേലിയർ അപ്പുറത്ത്, ഇസ്രായേലര് അപ്പുറത്ത് ഒരു മലഞ്ചെരുവിലും. 2 ഗ്രൂപ്പ്. ഇപ്പൊ എവിടെ ചെന്നാലും ഗ്രൂപ്പ് അല്ലേ? ഇപ്പം ഗ്രൂപ്പ് എന്നല്ല പറയുന്നത്, പാനൽ എന്നാ പറയുന്നത്. പാനൽ, അങ്ങനല്ലേ? പാനല് അല്ലേ സൈ പാസ്റ്റേ? പാനല്. പാനല്. ചാക്കോച്ചന്റെ പാനലും തോമാച്ചന്റെ പാനലും, ബേബിച്ചന്റെ പാനലും തങ്കച്ചന്റെ പാനലും. പാനലുകാരാ. കണ്ട ഉടനെ സ്തോത്ര വില വയ്ക്കുന്നത് ഏതാന്നാ ചോദിക്കുന്നത്. പാനൽ ഏതാന്നാ? ചുരുക്കി പറഞ്ഞാൽ 2 ഗ്രൂപ്പ്. എല്ലായിടത്തും ഗ്രൂപ്പിസമല്ലേ? നിങ്ങൾ വചനം പഠിച്ചേ. എടാ, ഗ്രൂപ്പ് കളിച്ചാൽ പാനൽ ഉണ്ടാക്കിയാൽ അടിസ്ഥാനം ഇളകും. പിന്നെ കിടന്ന് കാലും കൈവിട്ട് പാനൽ ഉണ്ടാക്കിയവരെല്ലാം പരുവക്കേടിലല്ലേ പോയത്. ഇരുന്ന സമയത്തൊക്കെ നല്ല തിളങ്ങിയോ നിപ്പും പ്രൗഢിയൊക്കെ നല്ലത്, അവസാനം വളരെ പരുവക്കേടിലാണ് ഇവിടെ നിന്ന് പോയത്. ചിലരൊക്കെ പിച്ചും ഭ്രാന്തും പറഞ്ഞു പോയെന്നാ കേൾക്കുന്നത്. സ്തോത്രം. വേറൊരാളെ പറ്റി പറഞ്ഞ് എനിക്ക് അറിയത്തില്ല, കേട്ടതാണ്, തെറ്റാണ്, അങ്ങ് വിട്ടുകള. അമേധ്യന്മാര് ഭിത്തിയിലെറിഞ്ഞെന്നാ ഒടുവിൽ. പാനലുണ്ടാക്കരുത്, ഗ്രൂപ്പ് ഉണ്ടാക്കരുത്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിട്ടില്ല. നാം എല്ലാം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാ. ഇതിനകത്ത് കക്ഷി, പക്ഷ, വർഗ, വർണ്ണ വ്യത്യാസം പാടില്ല. സ്തോത്രം. നാം എല്ലാം ഒരു ശരീരത്തിന്റെ അവയവങ്ങളാ, ഒരു അപ്പത്തിന്റെ അംശികളാ. ഈ പാനൽ ഗ്രൂപ്പ് കളിച്ചാൽ പ്രശ്നമാണ്. ഒരു തെളിവ് തരാം വചനത്തിൽ നിന്ന്. വചനത്തിൽ നിന്നാകുമ്പോൾ എൻ്റെ കൊങ്ങായിക്ക് പിടിക്കുകയല്ലോ.
ശൗല് മരിച്ചു. ശൗല് മരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ പാനലും ശൗലിന്റെ പാനലും രണ്ട് ഗ്രൂപ്പ്. ശൗലങ്ങ് മരിച്ചു കഴിഞ്ഞപ്പോൾ, കാരണം 1-ാം അധ്യായത്തിലുണ്ട് ശൗല് മരിച്ചത്. അത് ശൗല് മരിച്ചതിന്റെ വിവരണം 2-ാം അധ്യായത്തിലുണ്ട്, ശൗമേലിന്റെ 2-ാം പുസ്തകം. അത് ശൗല് മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് പാനലുകാർ വന്നു. വായിച്ച 2:12 മുതൽ വായിക്കണം. ഈ പാനലുകാർ രണ്ട് ഗ്രൂപ്പിൽ വന്നു. ഒരു ഗ്രൂപ്പിന്റെ നേതാവ് യോവാബ്, അപ്പുറത്തെ ഗ്രൂപ്പിന്റെ നേതാവ് അബ്നേര്. അബ്നേര് ശൗലിന്റെ കസിനാ, ഫസ്റ്റ് കസിനാ. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. അപ്പൊ ശൗലിന്റെ കസിനാണ് അബ്നേര്, നേരിന്റെ മകൻ അബ്നേര്. ശൗലിന്റെ അപ്പൻ കീശിന്റെ ബ്രദറാണ് നേര്. നേരുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം. നേരിന്റെ മകൻ അബ്നേര്. അപ്പൊ അത് ഒരു ഗ്രൂപ്പിന്റെ, ഒരു പാനലിന്റെ നേതാവ്. ഇപ്പുറത്തെ നേതാവ് യോവാബ്. ശൗലിന്റെ പെങ്ങള് 2 പെങ്ങന്മാരുണ്ട്. അതിലൊരു പെങ്ങൾ സെരൂയ. ആ സെരൂയയ്ക്ക് 3 ആൺപിള്ളേര്. യോവാബ്, അബീഷായി, അസാഗേൽ. അവൻ കാട്ടുകലയെ പോലെ ശീഘ്രഗാമിയാണ്. അപ്പൊ അതിന്റെ നേതാവാണ് യോവാബ്. ഇവൻ ഇപ്പുറത്തെ പാനല്. ഈ 2 പാനലുകാരൂടെ വന്നു. ഇവര് ഗിബയോൻ കുളത്തിന്റെ അടുക്ക വന്നു. ഗിബയോൻ കുളം. അപ്പൊ ഒരു പാനൽ ഇപ്പുറേ നിന്നു, മറു പാനൽ അപ്പുറേ നിന്നു. ഉടനെ പാനല് ഗ്രൂപ്പ് നേതാക്കന്മാർ പറഞ്ഞു, എന്തുകൊണ്ട് വിശേഷം? ഇങ്ങനെ പോകുന്നു. എന്നാ തെരഞ്ഞെടുപ്പ്? അത് ഇന്ന സമയത്താ. എങ്ങനെയുണ്ട്? നിങ്ങൾ ഉറക്കം അളച്ചങ്ങ് അടക്കുക. ആട്ടെ. ഉടനെ നേതാക്കന്മാർ പറഞ്ഞ്, ഒരു കാര്യം ചെയ്യേ, ബാല്യക്കാരുടെ നമ്മുടെ മുമ്പിൽ ഒന്ന് കളിക്കട്ടെന്ന്. വായിച്ചോ 2:12 വായിരും. 2. നേരിന്റെ മകൻ അബ്നേരും ശൗലിന്റെ മകനായ ഈശ്ബോശേത്തിന്റെ ചേവകരും മഹനീമിൽ നിന്ന് ഗിബിയോനിലേക്ക് വന്നു. അപ്പോൾ സെരൂയയുടെ മകനായ യോവാബും ദാവീദിന്റെ ചേവകരും ഓടിച്ചു വായിക്കും പുറപ്പെട്ട് ഗിബിയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ നേരിട്ടു. അടുത്തത്, അവർ കുളത്തിന്റെ ഇപ്പുറത്തും മറ്റവർ കുളത്തിന്റെ അപ്പുറത്തും നിന്നു. അബ്നേർ യോവാബിനോട് ബാല്യക്കാർ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ. എന്നെ കളിക്കുന്ന സകല പെന്തിക്കോസുകാരോട് പറയാ, സഭ നിനക്ക് കളിക്കാനുള്ള സ്ഥലമല്ല. ദൈവസഭ എനിക്ക് നിനക്ക് കളിക്കാനുള്ള ഇടമല്ല. അപ്പൊ ഒരു കളിയും ഇതിനകത്ത് പാടില്ല. ദൈവസഭ എന്തിനാന്ന് ചോദിച്ചാൽ ദൈവത്തെ ആരാധിക്കേണ്ട ഇടമാ. ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ സൂക്ഷിച്ചു, ദൈവം നിന്നെ ഭദ്രമായി കാത്തു. വന്നുകൂടി ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ സ്തുതിക്കാനുള്ള സ്ഥലമാ സഭ. സഭയ്ക്കകത്ത് ഞാനാന്നേലും നിങ്ങളാന്നേലും കളിച്ചാൽ കളി ദൈവം പഠിപ്പിക്കും. ഇനി നീ കളിക്കണ്ട, ആരേലും വെട്ട് കളിപ്പിച്ചാ മതി, അവനെ ദൈവം വിടുകയല്ല. ദൈവസഭയ്ക്കകത്ത് കളിച്ചവന്റെ തന്തതി ഒന്നും ശരിയായിട്ടില്ലല്ലോ, കളിപ്പിച്ചവന്റെ തന്തതിക്കും ഗുണം വന്നിട്ടില്ലല്ലോ. അവൻ 100 കേസുകൾ തരാം, ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാരോടും ദൈവമക്കളോട് ലോകവും പാടും കേൾക്കുന്നവരോട് പറയാ, സഭ കളിക്കാനുള്ള സ്ഥലമല്ല, സഭ നമുക്ക് മേലാടാനുള്ള സഭമല്ല. അവൻ സഭ ദൈവത്തിൻ്റെതാണ്, അത് കർത്താവിന്റെ സഭയാണ്. ഈ സഭയ്ക്കകത്ത് വന്ന് ദൈവത്തെ ആരാധിക്കണം. ദൈവം നിന്നെ നടത്തിയ വിധമോർത്ത്, പുലർത്തുന്ന വിധമോർത്ത്, സഹായിച്ചതോർത്ത്, രക്ഷിച്ചതോർത്ത്, നടത്തിയതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഞാൻ അധിക ഭാഗത്ത് വിവരിക്കുന്നില്ല. ബാല്യക്കാര് നമ്മുടെ മുമ്പാകെ കളിക്കട്ടെ. കളിക്കട്ടെ എന്ന് നേതാക്കന്മാർ പറഞ്ഞപ്പോ അപ്പുറത്തുനിന്നൊരു 12 പേര്, ഇപ്പുറത്തുനിന്നൊരു പാനല്, 2 പാനല്. അങ്ങനല്ലേ അമ്മാമ്മേ? ഓടിച്ചു വായിച്ചോ. അങ്ങനെ ആകട്ടെ എന്ന് യോവാബും പറഞ്ഞു. അങ്ങനെ ബെന്യാമീനുടെയും ഇങ്ങനെ വായിച്ചാൽ നമുക്ക് 11 ആയാലും പോക്ക് കിടക്കുകയല്ല. സ്പീഡ് വായിച്ചോ. അങ്ങനെ ബെന്യാമീനുടെയും ശൗലിന്റെ മകനായ ഈശ്ബോശേത്തിന്റെയും ഭാഗത്ത് നിന്ന് 12 പേരും ദാവീദിന്റെ ചേവകരിൽ 12 പേരും എണ്ണമൊത്ത് എഴുന്നേറ്റു. നിങ്ങൾ താഴോട്ട് നീ വായിപ്പിക്കുന്നില്ല, പഠിച്ചോണം. ആ പാനലിൽ നിന്നൊരു 12, ഈ പാനലിൽ നിന്നൊരു 12 എണ്ണമൊത്തം കൊണ്ട് എഴുന്നേറ്റു. എണ്ണമൊത്ത് കളി തുടങ്ങിയടാ. കളി കാര്യമായിട്ട് ഓരോരുത്തൻ എതിരാളിക്ക് നേരെ ചെന്ന് മുടിക്കുത്തിന് കയറി പിടിച്ച് ഓരോരുത്തൻ താന്താന്റെ എതിരാളിയെ മുടിക്ക് പിടിച്ച് വിലാപ്പുറത്ത് വാൾ കുത്തിക്കയറ്റി ഒരുമിച്ച് വീണു. മുടിക്കുത്തിന് പിടിച്ചെന്ന് പറഞ്ഞാൽ വേദനിപ്പിച്ചെന്ന. സഭയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കുകയല്ലേ, കൂട്ടുസഹോദരനെ വേദനിപ്പിക്കുകയല്ലേ, കൂട്ടുവേലക്കാരനെ വേദനിപ്പിക്കുകയല്ലേ, ഒരു സംഘടനയിൽ ഒരു സഭയെ പ്രവർത്തിക്കുക അന്യോന്യം ചെളിവാരി എറിയല്ലേ.
വേദനിപ്പിക്കല്ലേ. എടുത്ത് ഫേസ്ബുക്ക്, പിന്നെന്തുവാ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ, വാട്സാപ്പ്, നിന്റെ പരിപ്പ് ദൈവം ഇളക്കും. നീ നിന്റെ കൈ കൊണ്ട് ആവശ്യമില്ലാത്ത എഴുതുകയോ തോണ്ടുകയോ മാന്തുകയോ ചെയ്താൽ എടാ നീ ഒരു നടക്ക് പോകത്തില്ല. സഭ കളിക്കാനുള്ള സ്ഥലമല്ല. സ്തോത്രം, സ്തോത്രം. നിന്റെ ഈ പേനായി കൊണ്ട് പേപ്പറും ഉണ്ട്, അതൊക്കെ സമ്മതിച്ചു, പക്ഷേ സൂക്ഷിച്ചു വേണം എഴുതാൻ. നിന്റെ ഈ വാട്സപ്പും കുന്തവും കൊളരാലിയൊക്കെ ഉണ്ട്, പക്ഷേ സൂക്ഷിച്ചു വേണം അതിൽ ഓരോന്ന് ചെയ്യാൻ. ഇത് കളിക്കരുത്. കളിച്ചാൽ ദൈവം നിന്നെ കളി പഠിപ്പിക്കും. നിങ്ങൾ തിരിച്ചെഴുതുകൊണ്ടും വേണ്ട, തിരിച്ച് മറുപടി ഒന്നും പറയണ്ട. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒറ്റ പ്രയോഗമുള്ളൂ, നീ അങ്ങ് മുഴങ്കാലയിൽ ഇരിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്. തിരിച്ചെഴുതരുത്. തിരിച്ചെഴുതിയ പ്രശ്നമാ. തിരിച്ചെഴുതിയ പ്രശ്നമാ. എഴുതരുത്, മിണ്ടിപ്പോകരുത്. അന്നേരം ചിലപ്പോൾ പറയും പേടിച്ചെന്ന്. പേടിച്ചോട്ടെ, ഇച്ചിരി പേടിക്കുന്നത് നല്ലതാ. തോറ്റു, മതി, തോറ്റോട്ടെ. കാൽവറിക്ക് തോറ്റം നൽകിയോ ലോകം മുതൽ വിടുതിയത്, പക്ഷെ 3 അവിടെ നിന്ന് ഉയർത്തു. ലോകം കാണുമ്പോൾ തോക്കുക, ക്രൂശിലാണ്ട് തോറ്റ് പരാജയപ്പെട്ടു. അങ്ങനെ ഇരിക്കട്ടെ. എടാ 3 അറിയാ തോറ്റത് ആരാന്ന്. മരണത്തെയും പാതാളത്തെയും ജയിച്ച് അവിടുന്ന് ഉയർത്തു വന്നവനാ. സഭയ്ക്കകത്ത് കളിക്കരുത്. എണ്ണമൊത്തം കൊണ്ടിരുന്ന് കളി കാര്യത്തിലായി ഓരോരുത്തരും എതിരാളികളെ മുടിക്കുത്തിന് കയറി പിടിച്ചു. അങ്ങനല്ലേ ഇപ്പൊ നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം ബോൾത്ത പിടിച്ചേ, ആയുധം പള്ളേ കയറ്റി 12 24 അന്നേരം വീണു. കളി കാര്യമായി. ഞാനൊരു കാര്യം പറയാം. യോവാബിന്റെയും അബ്നേറിന്റെയും ചിന്തയാ എത്ര കുടുംബം തകർന്നു. ചില സഭയിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന 2 വീട്ടുകാർ തമ്മിലുള്ള ബോൾത്തായ നിരപരാധികൾ ക്രൂശിക്കപ്പെടുക. ഒന്നും അറിയാൻ മേലാത്ത ദൈവമക്കളാ ചതിക്കപ്പെടുന്നത്. ചില സെന്ററിലും അങ്ങനെ തന്നെ 2 കൂട്ടർ തമ്മിലുള്ള ഗുസ്തിയാ. പക്ഷെ അനേക 100 കണക്കിന് ദൈവമക്കളാണ് ഞരങ്ങുന്നത്. സഭ കളിക്കാനുള്ള സ്ഥലമല്ല. സഭ ദൈവത്തെ ആരാധിക്കേണ്ട ഇടമാ. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട സ്ഥലമാ. എണ്ണമത്തെടുത്ത് 12 24 പട്ടു. 24 വീണപ്പം കളി നിർത്തണ്ടേ? നിർത്തിയില്ല. അബ്നേരും അസാഗേലും എല്ലാം കൂടെ തമ്മിൽ കൊമ്പ് കോർത്തു. അസാഗേല് പുറകെ ചെന്നു. അബ്നേര് അസാഗേലിനെ കണ്ടെത്തി പറഞ്ഞു വീട്ടിൽ പോടാന്ന് പറഞ്ഞു. പോകുകയല്ല. പിന്നെ തോണ്ടാൻ ചെല്ലുക. അവസാനം അവനെ തട്ടി. അത് കഴിഞ്ഞപ്പോൾ യോവാബ് അബ്നേരിനെ തട്ടി. ചെറിയൊരു കളി തുടങ്ങിയതാ. നിങ്ങൾ പുസ്തകം പഠിച്ചേ. യോവാബ് അബ്നേരിനെ തട്ടി. ഒടുവിൽ യോവാബിനെ ശലോമോൻ ഒതുക്കാൻ പദ്ധതി. അബ്ശാലോ എന്തെല്ലാം വഴിതരണികൾ ഉണ്ടായി. അതുകൊണ്ടൊരു കാര്യം പറയാ, ഒരു ഗ്രൂപ്പും പാടില്ല. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ദൈവമക്കളോട് പറയാ, നീ പക്ഷം പിടിക്കരുത്, കച്ചു പിടിക്കരുത്, ഗ്രൂപ്പിസം ഉണ്ടാക്കരുത്. അത് പാമ്പാടി സെന്ററിലാന്നേലും കോട്ടയം സെന്ററിലാന്നേലും ഏത് സെന്ററിലാന്നേലും ഏത് ലോക്കൽ സഭയിലാന്നേലും ഗ്രൂപ്പിസം പാടില്ല. നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരാഴ്ച മുഴുവൻ ആരെങ്കിലും ഗ്രൂപ്പ് പിടിക്കാൻ വന്നാൽ നീ ഒഴിഞ്ഞങ്ങ് മാറണം. ദൈവത്തിന് മഹത്വം. ഇത് ആരാധനയ്ക്കുള്ള സ്ഥലമാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ 2 പാനല്. ഇവിടെ ഉപവാസ പ്രാർത്ഥനയിൽ 2 ഫെലിസ്ത്യർ ഇപ്പുറത്തൊരു മലഞ്ചെരുവിലും ഇസ്രായേലര് അവരുടെ മധ്യേ ഒരു താഴ്വര ഉണ്ടായിരുന്നു. ഏലാ താഴ്വര അടുത്തത്. അപ്പോൾ ഫെലിസ്ത്യരുടെ അപ്പൊ ഈ 2 ഗ്രൂപ്പുകാരോട് ഇനി ഓടിച്ചു പറയാ. 2 ഗ്രൂപ്പുകാർ. എന്റെ ചിന്ത ഉപവാസ പ്രാർത്ഥനയല്ലേ. ഒരു ഗ്രൂപ്പ് 10 വരും, മറ്റേ ഗ്രൂപ്പ് 10. ഇവിടെ 2 അടി ഒരു പാട്ടും, അവിടെ 3 അടി 3 പാട്ടും. അപ്പൊ 10 അങ്ങോട്ട് യോഗം തുടങ്ങി. 10:15 പാട്ടായി, 10:30 ആരാധനയായി, 10:45 ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പ്. 10:45 ആട്ടെ. ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് എല്ലാം കൂടെ അങ്ങോട്ട് മൂത്തപ്പോൾ ഒരുവൻ രംഗപ്രവേശനം ചെയ്യുന്നു. 4-ാം വാക്യം വായിക്കാം. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്തിനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു. അപ്പൊ ഈ ആരാധന അങ്ങോട്ട് മൂത്തപ്പോൾ ഒരുവൻ രംഗപ്രവേശനം ചെയ്യുന്നു. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്തിനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു. അടുത്തത് അവൻ 6 മുഴവും ഒരു ചാണും നെടുപ്പമുള്ളവനായി. 6 മുഴം 1 ചാൺ നെടുപ്പമുള്ളവൻ, തലയിൽ വലിയ താമര, ശിരസ്ത്രമൻ, 5000 ശേക്കൽ തൂക്കമുള്ള താമര കവഞ്ഞു ധരിച്ചവന് കാൽച്ചട്ടയും ചുമലിൽ താമര കൊണ്ടൊരു വേലുമുണ്ട്. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ, കുന്തത്തിന്റെ അലക് 600 ശെക്കൽ ഇരുമ്പ്, ഒരു പരിചക്കാരൻ അവന്റെ മുൻപിലുമുണ്ട്. എന്ന് പറഞ്ഞാൽ ആരാധനയും ശുശ്രൂഷയും വെളിപ്പെട്ടപ്പോൾ ഒരുവൻ കയറി വരികയാ. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാ, ശക്തമായ ആരാധനയും ആത്മിക ശുശ്രൂഷയും വെളിപ്പെടുമ്പോൾ പോരാട്ടം അടങ്ങുന്നേ.
ഈ കർത്താവിന് വേണ്ടി ശരിക്കൊന്ന് പ്രയോജനപ്പെട്ട് അന്നാലും ആ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ കർത്താവിനെ ശരിക്കൊന്ന് ആരാധിച്ച് ആ സമയം ആ പ്രശ്നം ഉണ്ടാകുന്നത്. ഇവിടെ ആരാധന ശുശ്രൂഷ വെളിപ്പെട്ടപ്പോൾ ഒരുവൻ രംഗപ്രവേശനം. അവനെ പറ്റി പറയുക. അപ്പോൾ പെലിസ്തരുടെ പാളയത്തിൽ നിന്ന് അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ. ഇത് ഫെലിസ്ത്യ പാളയത്തിൽ നിന്നാണ്. ഫെലിസ്ത്യർ എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട സന്തതിയാ. ഞാൻ എപ്പോഴും പറയും, നോഗയുടെ കൊച്ചുമക്കളാ ഫെലിസ്ത്യര്. നോഗയ്ക്ക് 3 മക്കള്, ഷേമും ഹാമും യാഫത്തും. അതിലെ ഷേമിന്റെ വംശത്തിൽപ്പെട്ടത് അബ്രഹാം, ഹാമിന്റെ വംശത്തിൽപ്പെട്ടത് ആ ഫെലിസ്ത്യര്. പെട്ടെന്ന് വായിച്ചു 10:1, ഉൽപ്പത്തി 10:1. പെട്ടെന്ന് വായിച്ചു ഉൽപ്പത്തി 10:1. പെട്ടെന്ന് നോഗയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫേത്ത്. അതിലിനി 6-ാം വാക്യം. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. 4 പേര്. അത് രണ്ടാമത്തവൻ മിസ്രയീമിന് 6 പിള്ളേര്. 13-ാം വാക്യം. മിസ്രയീമോ ലുദീം, അനാമീം, ലെഹാബീം, നഫ്തുഹീം, പത്രൂസീം, കസ്ലൂഹീം. 6 പേര്. മിസ്രയീമോ, ലൂദി, അനാമീം, ലഗാബീം, നത്തുലൂഹീം, പത്രൂസീം, 6 പേര്. 14-ാം വാക്യം. ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ 14. ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. ശ്രദ്ധിക്കുക, നോഗയുടെ കൊച്ചുമക്കളാ ഫെലിസ്ത്യര്. ഈ ഫെലിസ്ത്യര് അവരുടെ പ്രകൃതിയും രീതിയൊക്കെ പ്രത്യേകമാണ്. ആ ഭാഗത്തേക്ക് പോകുന്നതിൽ ഫെലിസ്ത്യനെ പറ്റി പഠിക്കുമ്പോൾ 5 പട്ടണം, 5 ക്ഷേത്രം, 5 മല്ലൻ, 5 പ്രഭു, 5 ദൈവം. അതാണ് ഫെലിസ്ത്യ കണക്ക്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, ദാവീദ് തോട്ടിലിറങ്ങി എത്ര കല്ലാ എടുത്തേ? 5 എടുത്തതിന് വേറെ പഠിതാക്കൾ ചെല്ലു പറഞ്ഞത് 5 മല്ലന്മാരുണ്ട്, ഓരോന്നിനും ഓരോ കല്ല്. അങ്ങനെ ആണല്ലോ ഒരുത്തന്നെ തീർത്തത്. ഒറ്റ കല്ല് കൊണ്ടെറിഞ്ഞ അന്നേരം അവൻ കവണ്ട് വീണ്. നമ്മൾ തന്തി അവരെയും കല്ലെടുത്തെറിയും, ഒറ്റ കല്ല് അവനോട് കൊള്ളുകയില്ല. അവസാനം അവനൊരു കല്ലെടുത്തൊരേറ് നമ്മുടെ 6-ാം മാലിക്ക് കൊണ്ട് 3 ആഴ്ച നമ്മൾ ഇവൻ്റെ യോഗത്തിനും വരിക. അതാണ് നമ്മുടെ ഏറെ. അപ്പോൾ 5 മല്ലന്മാരാ. അതിലൊരുത്തനാണ് ഈ കത്തുകാരൻ ഗോലിയാത്ത്. ഇവന്റെ പ്രകൃതിയാണ് 6 മുഴോ 1 ചാൻ നെടുപ്പം. ഈ വേദപുസ്തക സംഖ്യാശാസ്ത്ര പ്രകാരം 6 എന്നുള്ളത് സാധാന്യ കണക്കാണ്. കാരണം 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ 6 എന്നുള്ള അക്കം സാധാന്യ സംഖ്യയായി. 6 സാധാന്യ കണക്കാണ്. അതുകൊണ്ടാണല്ലോ മിസ്രയീമിലെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ 6, മിസ്രയീമിന്റെ മക്കളെ പറ്റി പറഞ്ഞപ്പോൾ 6. 6ന്റെ അക്കവും പെരുക്കവും എല്ലാം സാധാന്യമാണ്. അതുകൊണ്ട് ആ ദൂര സമഭൂമിയിൽ നിർത്തിയ ബിംബത്തിന്റെ കണക്ക് പറയുമ്പോൾ അതിന് 6ന്റെ കണക്കാ. ദാനിയേൽ 3:1 വായിച്ചോ. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. 6ന്റെ കണക്കിട്ട ബിംബം പണിതത് വായിച്ചേ. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി. അതിന്റെ ഉയരം 60 മുഴം. 60 മുഴം 6ന്റെ കണക്കാ. അടുത്തത് വണ്ണം 6 മുഴം. 6 മുഴം. അപ്പൊ 6ന്റെ അക്കവും പെരുക്കവും അല്ലേ സാധാന്യമാ. അങ്ങനെങ്കിൽ 6 മുഴം ഉയരമുള്ള ഇവൻ തനിപ്പിശാച. ഈ ആരാധന വെളിപ്പെട്ടപ്പോൾ ഇവൻ കയറി വരിക. ഇന്ന് രാത്രി ദൈവമക്കളോട് ഒരു കാര്യം പറയാ, സഭയ്ക്കകത്ത് ശക്തമായ ആരാധന വെളിപ്പെടണം. ഒന്നുകൂടെ വീണ്ടും ആവർത്തിക്കുക, സഭയിലുള്ള എല്ലാവരും ആത്മാഭിഷേകം പ്രാപിച്ച് ആത്മസ്നാനത്തിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. പെന്തിക്കോസിന്റെ ആരാധന അവൻ അതുപോലെ ശ്രേഷ്ഠമാ. ഈ ആരാധനയിൽ രോഗികൾ സൗഖ്യമാകും, ആരാധനയിൽ ബന്ധനങ്ങൾ അടിക്കും, ആരാധനയിൽ സകല കെട്ടുംപൊട്ടും. ദൈവമക്കൾ ഒന്നിച്ചേർപ്പിട്ടാൽ സകല കെട്ടുപൊട്ടും. പ്രൈസ് ദി ലോർഡ്. ഈ ആരാധന വെളിപ്പെട്ടപ്പോൾ ഇവൻ കയറി വരിക. അപ്പൊ 6 സാധാന്യ സംഖ്യയാണ്. ഇവൻ കയറി വന്ന ഉടനെ, ഈ ഗോലിയാത്ത് വന്ന ഉടനെ ഫലസിക്കത്തില്ല. ഇവൻ വന്നേച്ച് ഇവരെ എല്ലാം ഇങ്ങനെ നോക്കും, ചുമതലക്കാരെ എല്ലാം കൂടെ നോക്കും. വായിച്ച 8-ാം വാക്യം. അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞു. ഇവൻ വന്ന ഉടനെ ഫൽസിക്കത്തും ആറ്റത്തുമില്ല. വന്ന ഉടനെ ഇസ്രായേൽ മക്കളോട് നിലവിളി പറഞ്ഞത്, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരക്കുന്നത് എന്തിന്? ഞാൻ ഫെലിസ്ത്യനും നിങ്ങൾ ശൗലിന്റെ ചേവകരും എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായം ഇവന് കൃപാവരം ഉണ്ടെന്നാ തോന്നുന്നേ. കാരണം ഇവൻ വിവേചിച്ച് സംസാരിച്ചു. ഞാൻ ഫെലിസ്ത്യനും നിങ്ങള് ശൗലിന്റെ ചേവകരുമല്ലേ. ഞാൻ ആരാ നീ ആരാന്ന് അവന് നല്ല ബോധ്യമുണ്ട്. ഒരു ദൈവ പൈതൽ ഇതെപ്പോഴും ചിന്തിച്ചോണം. നീ ആരാ? നമ്മള് പെന്തിക്കോസുകാരാ. എൻ്റെ ഭാഷ പറയാം, വഴക്കുണ്ടാക്കാനൊന്നും പോകരുത്. സ്തോത്രം. ചേട്ടനും അനുവനായിട്ട് അടിയാ. എന്ത് അതിര് തർക്കം? ചുണയുണ്ടേ നിനക്ക് കുറ്റിയിടാമോ? നിന്റെ കുതി ഞാൻ വിട്ടും. ചേട്ടനും അനിയനാ, രണ്ടും ഒരു സഭയല്ല. ചുണയുണ്ടേ നിനക്ക് കുറ്റിയിടാമോ? ഉടനെ അനിയൻ പറയാം, എൻ്റെ കൊക്കിന് ജീവനുണ്ട്, കുറ്റി ഇട്ടേച്ചേ ഞാൻ. രണ്ടും കൂടെ സന്ധ്യയ്ക്ക് വീട്ടിൽ വന്നേച്ച് പാടുക, എൻ്റെ ദേശം ഇവിടെയല്ല. അല്ലല്ല, എടാ വിട്ടുകൊടുക്കേ, നീ അങ്ങോട്ട് പോകാൻ പോവല്ലേ?
വിട്ടുകൊടുക്ക്. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടവന്. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം. വഴക്കുണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്, അടിപിടി ഉണ്ടാക്കരുത്, തർക്കം ഉണ്ടാക്കരുത്, അന്യോന്യം വാദിക്കരുത്. അഥവാ അവരുടെ ഭാഗത്ത് അനീതിയെങ്കിൽ നീ അങ്ങ് മൗനം ദീക്ഷിക്കണം. വിട്ടുകൊടുക്ക്. നിനക്ക് ദോഷമൊന്നും വരികയല്ല, നിന്റെ സന്തതിക്കും ദോഷം വരികയല്ല. നീ പോകുന്നിടത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ സന്തതി എല്ലുന്നിടത്തും അനുഗ്രഹമായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ദൈവമക്കൾ ഇടപെടരുത്. പ്രൈസ് ദി ലോർഡ്. ഇവൻ വന്ന ഉടനെ എല്ലാവരെയും ഒന്ന് നോക്കി വിവേചിച്ചു. ഞാൻ ഫെലിസ്ത്യനും നിങ്ങൾ ശൗലിന്റെ സേവകരുമല്ലയോ? പിന്നെ നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുക്കണം. അവൻ എന്റെ അടുക്കൽ എങ്ങനെയാലും കാശ് കൊടുത്തോ, ഓട്ടിട്ടോ, ചീട്ടിട്ടോ, കുതികാലി വെട്ടിയോ, പാര വെച്ചോ, ആക്ഷേപിച്ചോ, അധിക്ഷേപിച്ചോ, എങ്ങനെയാലും നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുത്തേച്ച് അവനെ ഓഫീസിൽ ഇരുത്തരുത്, അവനെ എന്റെ അടുക്കലോട്ട് വിടണം. അവൻ എന്നോട് അംഗം പൊരുതി എന്നെ കൊല്ലുവാൻ പ്രാപ്തനായ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളാകും. അതല്ല, ഞാൻ അവനെ ജയിച്ച് കൊന്നാൽ നിങ്ങളെല്ലാം ഞങ്ങൾക്ക് അടിമ. പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യും. ഞാൻ അവനെ തോൽപ്പിച്ചാൽ നിങ്ങളെല്ലാം ഞങ്ങൾക്കടിമ. അതല്ല, അവൻ എന്നെ തോൽപ്പിച്ചാൽ ഞങ്ങളെല്ലാം നിങ്ങൾക്കടിമ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കടന്ന് ഈ ബഹളവും വെപ്രാളവും ഒന്നും കാണിക്കേണ്ട. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോരാടാം. ഒരു കാര്യം പറയാം, പിശാച് പൊരുതുന്നത് വ്യക്തിപരമായിട്ടാണ്, കൂട്ടമായിട്ടല്ല സാത്താൻ പോരാടുന്നത്. വ്യക്തിപരമായി നിന്നോട് പോരാടും. നീ പ്രാർത്ഥനാ മുറിക്കകത്തിരിക്കുമ്പോൾ ആ പോരാട്ടങ്ങൾ വെളിപ്പെടുന്നത്. പ്രാർത്ഥനാ മുറിക്കകത്താണ് നമുക്ക് യുദ്ധമുള്ളത്. ഇന്ന് രാത്രി സാത്താന്യ ശക്തികൾ നിനക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ ആത്മാവിൽ പോരാടി അതിനെ ജയിക്കണം. ഇവൻ നിന്ന് വെല്ലുവിളിക്കുക. ഇങ്ങനെ ഈ ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോൾ എന്തോ സംഭവിച്ചു. 24-ാമത്തെ വാക്യം വായിച്ച 24. അവനെ കണ്ടപ്പോൾ ഇസ്രായേലരൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുൻപിൽ നിന്ന്. ഞാനൊരു കാര്യം പറയാം, ഈ വെല്ലുവിളി എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇവൻ നിങ്ങളൊരുത്തനെ തെരഞ്ഞെടുത്ത് വിടാൻ നല്ല പറഞ്ഞത്. വെല്ലുവിളിയുടെ സാരമില്ല. ഇവൻ വെല്ലുവിളിച്ചേച്ച് ഞാൻ ഓർപ്പിച്ചല്ലോ, 5 ദൈവങ്ങളുണ്ട് ഫെലിസ്ത്യർക്ക്. ഇവൻ 5 ദൈവങ്ങളുടെ നാമം ചൊല്ലും. 5 ദൈവങ്ങളുടെ നാമം. ആ 43-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്ത് തന്റെ ദേവന്റെ എന്നൊരു പദമുണ്ട്. വായിച്ചേ. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി. മതി. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി എന്ന് പറഞ്ഞാൽ ഇവൻ ദൈവങ്ങളുടെ നാമം ചൊല്ലും. ഗോലിയാത്ത്. ഞാൻ ഇനി ഒരു കാര്യം പറയാം, പ്രശ്നമായാലും കുഴപ്പമൊന്നുമില്ല. ഇവൻ അവന്റെ ദൈവങ്ങളുടെ നാമം ചൊല്ലുക. എങ്ങനെയാ ചൊല്ലുന്നെന്നറിയാമോ? 16-ാം വാക്യം വായിച്ചേ. ഇതിന്റെ ഓളിയം കൂട്ടണേ, തൊണ്ട പോന്നു. 16-ാം വാക്യം. ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകിട്ടും മുമ്പോട്ട് വന്ന് എന്ന് പറഞ്ഞാൽ അവന്റെ നാമം ചൊല്ലുന്നതിന്റെ ഈ 5 ദൈവങ്ങളുണ്ട്. ഈ 5 ദൈവങ്ങളുടെ നാമം ചൊല്ലുന്നത് രാവിലെയും ചൊല്ലും, വൈകിട്ടും ചൊല്ലും, മുടങ്ങാതെ ചൊല്ലും, എല്ലാരും കേക്ക ചൊല്ലും. പിശാചാന്നൽ ഇവന്ത് ഓർഡറായിട്ടാണ് കാര്യം ചെയ്യുന്നത്. പെന്തിക്കോസുകാരോട് പറയാം, രാവിലെ വൈകിട്ടും പാട്ട് പാടി പ്രാർത്ഥിക്കുന്ന എത്ര വീടുകളുണ്ട്? അവര് മാത്രം വേണ്ട കൈ പൊക്കണ്ട, അലോഗ്യം ഉണ്ടാക്കുന്നില്ല. വൈകിട്ട് പ്രാർത്ഥിക്കുന്ന പെന്തിക്കോസുകാരുടെ വീടുകൾ മിക്കടത്തുമുണ്ട്. അതിരാവിലെ അപ്പനും മക്കളും വല്യപ്പനും വല്യമ്മയും വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവരെല്ലാം കൂടെ വട്ടമിട്ട് ചേർന്ന് പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുന്ന എത്ര വീടുണ്ട്? നിങ്ങളിവിടെ നോക്കിയാൽ അവൻ രാവിലെ മന്ത്രം ചൊല്ലും, വൈകിട്ടും മന്ത്രം ചൊല്ലും. അത് 40 ദിവസവും ചൊല്ലും, അത് മുടങ്ങാതെയും ചൊല്ലും, എല്ലാവരും കേക്ക ചൊല്ലും. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, നിന്റെ കുടുംബത്തിനകത്ത് ആരാധനയും പ്രാർത്ഥനയും ഉയരണം. സ്തോത്രം. നിങ്ങൾ ഹൈന്ദവ സ്നേഹിതന്മാരെ ശ്രദ്ധിച്ച് പെർമനന്റ് കോളാമ്പി കെട്ടിവെച്ചിരിക്കുക. ഒന്നെങ്കിൽ ആലോ മാവോ തത്തുല്യമായ സ്ഥലത്ത് അവർ പെർമനന്റ് കോളാമ്പി വെച്ചിരിക്കുക. 5:45 മിക്കടുത്ത് റെക്കോർഡിടും. ദേവീ ദേവന്മാരെ സ്തുതിച്ചുള്ള സ്തുതി കീർത്തനങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, 5:45 ഇടും, ഏതാണ്ട് ഒരു 6:15 വരെ. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇടുമ്പോൾ അടുത്ത സ്ഥലത്ത്, അവിടെ ഇടുമ്പോൾ അടുത്ത സ്ഥലത്ത്. അന്തരീക്ഷം മുഴുവൻ ഇതിന്റെ മുഖരിതമാണ്, വേറെ മന്ത്രങ്ങൾ കൊണ്ട്. പെന്തിക്കോസുകാരന്നേരം എന്നെ അടുക്കുക, പുതപ്പിനടിയില്ല. ഫാനൊന്നും ഓഫാക്കും, 5-ലിട്ടാ കിടന്നത്. ഒന്നേ ഓഫാക്കുമില്ലേ, ഒന്നേ കൊണ്ടുവരും. പുറപ്പ് ഒന്നുകൂടെ ഒന്ന് വലിച്ചിടും. അന്നേരം സാത്താന്റെ ശക്തി കയറി കെട്ടുക. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, എടാ അത് 5:30 അല്ലെ 5:15 ഇടുമ്പോൾ നീ 4-ന് എഴുന്നേക്കണം. എഴുന്നേറ്റ് ദേശത്തെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം.
നാടിനെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഓരോ കുടുംബങ്ങളെ അവകാശം ചൊല്ലി പ്രാർത്ഥിക്കണം. വ്യക്തികളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നീ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ശക്തമായി പ്രാർത്ഥനയിൽ പോരാടണം. ഇവൻ രാവിലെ വൈകിട്ടും അവൻ 40 ദിവസം മുടങ്ങാതെ നമുക്കൊരു മഴക്കാറ് കണ്ടാൽ മതി, എന്നാലും യോഗം മുടക്കും. ഇന്ന് മിക്കവാറും യോഗമില്ലെന്നാ തോന്നുന്നത്. അപ്പം പറയാം പാസ്റ്റർ പറഞ്ഞ് യോഗം ഉണ്ടെന്നാ. പാസ്റ്റർ മനുഷ്യനാ, മഴക്കാറൊക്കെ കാണുമ്പോൾ അങ്ങേർക്കും പിടികിട്ടുമെന്ന്. പുള്ളി മണ്ടി എടുക്കുമെന്ന് തോന്നുന്നില്ല. ഒരു കാര്യം ദൈവമക്കളോട് പറയാ, നീ രാവിലെയും വൈകിട്ടും ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിനകത്ത് ആരാധനയും പ്രാർത്ഥനയും ഉയരണം. ഗോലിയാത്തിനെ കണ്ട് അവർ രാവിലെ മന്ത്രം ചൊല്ലും, വൈകിട്ടും മന്ത്രം ചൊല്ലും. അത് 40 ദിവസം ചൊല്ലും, മുടങ്ങാതെ ചൊല്ലും, എല്ലാവരും കേക്ക ചൊല്ലും. നമ്മളൊരു സ്തോത്രം പറഞ്ഞ് അടുത്തിരിക്കുന്നവർ പോലും കേൾക്കുന്നില്ല. ഇന്ന് രാത്രി അഖിലാണ്ടങ്ങളുടെ ഉടയവനായ ദൈവത്തെ ശക്തമായിട്ട് ആരാധിക്കണം. ദാവീദ് പറഞ്ഞത്, ഞാൻ എൻ്റെ ശബ്ദമുയർത്തി എൻ്റെ ദൈവത്തോട് ഇന്ന് രാത്രി ഉറക്ക വിളിക്ക് അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ ശബ്ദമുയർത്തണം. നിന്നെ രക്ഷിച്ച ദൈവത്തെ ശക്തിയോടെ ആരാധിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ ഇവൻ വേദമന്ത്രം ചൊല്ലി ദൈവങ്ങളുടെ നാമം ചൊല്ലുത്തിയപ്പോൾ 24-ാമത്തെ വാക്യത്തിൽ വായിക്കുക, അവനെ കണ്ടപ്പോൾ ഇസ്രായേലിലൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുൻപിൽ നിന്ന് ഓടി. ഈ മുൻപിൽ നിന്ന് ഓടി എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് ഇവരെല്ലാവരും പുറകോട്ടാ ഓടിയത്. നമ്മുടെ കുറുവാക്യം മറന്നു പോകരുത്. എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിന്നെ വിട്ട് ഓടുമെന്ന. എന്നാൽ ഇവിടെ കണ്ടത്, ഇവൻ എതിർത്ത് വന്നപ്പോൾ ഇവരെല്ലാം പുറകോട്ടോടി. ഇവർ പുറകോട്ടോടാൻ കാര്യമല്ല, പിശാചിനെ കണ്ട് നീ ഓടുകല്ല, നിന്നെ കണ്ട് അവൻ ഓടണം. സാത്താനെ കണ്ട് നീ പുറകോട്ട് ഓടുകല്ല, നിന്നെ കണ്ട് അവൻ ഓടണം. അവൻ നിന്നെ കണ്ട് ഓടണമെങ്കിൽ എന്തോ ചെയ്യണം. ഇവിടെ ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോൾ ഇവരെല്ലാം പുറകോട്ടോടി. ഈ പുറകോട്ടോടാൻ കാര്യം പേടിച്ചിട്ട് ഓടിയതല്ല. കാരണം ഈ ശൗലിന്റെ കൂടെയുള്ളവർ പേടിത്തൊണ്ടന്മാരല്ല. ഒരു വാക്യം വായിച്ച് 14:52, 15 നേരെ മേളിൽ കിടപ്പുണ്ട്. ചെറിയ കണ്ണിക വായിച്ചേ. ശൗലിന്റെ കാലത്തൊക്കെയും ഫെലിസ്ത്യരോട് കഠിന യുദ്ധം ശൗലിന്റെ കാലത്തൊക്കെ ഫെലിസ്ത്യരോട് കഠിന യുദ്ധമുണ്ട്. എന്നാൽ ശൗൽ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തന്റെ അടുക്കൽ ചേർക്കും എന്ന് പറഞ്ഞാൽ, ചരിത്രം പറയുന്നത്, ശൗല് രാജവീതികളിലൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീരന്മാരും ശൂരന്മാരും കഴിവുള്ള തന്റെകടമുള്ള കരുത്തുള്ള യൗവനക്കാരെ കണ്ടാൽ ശൗല് നോട്ട് ചെയ്യും. കൊട്ടാരത്തിൽ പോയിച്ച് ആളിനെ വിടും, അവനെ ഇനി കൊണ്ടുവരാൻ പറയും. അപ്പോൾ അങ്ങനെ കരുത്തുള്ളവനെ എല്ലാം വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് പട്ടാളത്തിൽ അപ്പോയിന്റ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ശൗലിന്റെ കൂടെയുള്ളവരെല്ലാം വീരന്മാരും ശൂരന്മാരുമാണ്. വീരശൂര പരാക്രമികളാ ശൗലിന്റെ കൂടെ. പിന്നെ എന്തുകൊണ്ട് ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോൾ പുറകോട്ടോടി? അതിനൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വചനം അറിയാവുന്നവർക്കറിയാം. ഓടാൻ കാര്യം പേടിച്ചിട്ട് ഓടിയതല്ല, പേടിത്തൊണ്ടന്മാരല്ല. പിന്നെ ഓടാൻ കാര്യം, അത് പണ്ട് ഇസ്രായേലിൽ ഫെലിസ്ത്യര് ഒരു തന്ത്രമുണ്ടാക്കി. ഇസ്രായേലിന്റെ ഒരു പ്രത്യേകത, ഇസ്രായേലിൽ ധാരാളം കൊല്ലന്മാരുണ്ട്. കൊല്ലന്റെ പണി എന്നാ? ആയുധം ഉണ്ടാക്കുക. പെന്തിക്കോസുകാരന്റെ പണി എന്നാ? പാര വെക്കുക. അവൻ ഉണ്ടാക്കുന്ന ആയുധത്തിലെ മുടുത്ത പാര എടുത്ത് കുഞ്ഞുഞ്ഞിന് വെച്ചേച്ച് ഒന്നും അറിയാത്തതിനെ പോലെ ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നോക്കുക വെച്ച പാര ഏക്കുന്നുണ്ടോന്ന്. നമ്മുടെ പണിയും ആയുധപ്പുരയാ. നമ്മുടെ ആയുധപ്പുര പ്രാർത്ഥനാ മുറിയാ. നിന്റെ ആയുധപ്പുര പ്രാർത്ഥനാ മുറിയാ. ഞാൻ പെന്തിക്കോസുകാരോട് പറയും, വീട് പണിയുമ്പോൾ ആദ്യം നന്നായിട്ട് പണിയേണ്ടത് പ്രാർത്ഥനാ മുറിയാ. ഇത് നമ്മളെല്ലാവരും പണിയുന്നത് രണ്ട് കാര്യം അപ്പുറത്തേക്ക്. ഒന്ന് കിച്ചണും, 2 ബെഡ്റൂമും. കാരണം നല്ല എടുപ്പെടുത്തേച്ച് മൃങ്ങലിക്കാറ് ചെന്ന് കിടക്ക്. അതിന് പിശാച് എടുത്തിട്ട് കുഴയ്യ. കിച്ചണ് ആണ് അത്യാവശ്യമാണ്, പിന്നെ ബെഡ്റൂം. ഈ രണ്ട് കാര്യമാണ് എല്ലാവരും മെച്ചപ്പെടുത്തുന്നത്. അത് നല്ലതാ. കിച്ചണും അത്യാവശ്യമാണ്, ബെഡ്റൂമും അത്യാവശ്യമാണ്. പക്ഷേ എല്ലാറ്റിലുപരി ആദ്യം നന്നാക്കേണ്ടത് പ്രാർത്ഥനാ മുറിയാണ്. നീ വീട് പണിയുമ്പോൾ ആദ്യം പണിയേണ്ടത് പ്രാർത്ഥന. നിങ്ങൾ ഹൈന്ദവ സ്നേഹിതന്മാരെ ശ്രദ്ധിച്ചേ, നിങ്ങളൊന്ന് പരീക്ഷിച്ചേ. ഹൈന്ദവരായ സ്നേഹിതന്മാർ വീട് പണിതാൻ ആദ്യം പൂജാമുറി പണിയും. പൂജാമുറി നിങ്ങൾ പോയി അന്വേഷിച്ചേ. പൂജാമുറി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കേസ്. നമ്മളോ ആദ്യം നമുക്ക് ബാൽക്കണി വേണം അച്ഛാ, കാരണം എനിക്ക് സന്ധ്യയ്ക്ക് മേളിൽ എന്ന് കാറ്റ് കൊള്ളണം. പണ്ട് ബാൽക്കണി കയറി ഒരു തള്ള നോക്കി കണ്ണുമൊക്കെ എഴുതി മുടിയെല്ലാം ചീകി. അവസാനം ഗതികേട് അറിയാമല്ലോ, ബാൽക്കണി അമ്മാമ്മ. നീ ബാൽക്കണി അല്ല പണിയേണ്ടത്, കിച്ചണും നല്ലതാ, ബെഡ്റൂമും നല്ലതാ. പണിയേണ്ടത് പ്രാർത്ഥനാ മുറിയാ.
എടാ വീട് പണിയുമ്പോൾ ആദ്യം പ്രാർത്ഥനാമുറി നന്നാക്കണം. 10 ദൈവമക്കൾ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന തലമാ ഇത്. വലിയ വലിയ വീടുകൾ ചിലയിടത്ത്, എല്ലായിടത്തും അല്ലേ, ചിലയിടത്ത് എന്നാൽ പ്രാർത്ഥന നല്ല മുറിക്കകത്തും നല്ല സ്ഥലത്ത് ഇരുത്തുകയല്ല. നമുക്ക് എവിടാ പ്രാർത്ഥന? ടെറസിൻ്റെ മണ്ടേ ടിൻഷീറ്റ് ഇട്ടിരിക്കുക. മനുഷ്യനെല്ലാവരും ഞങ്ങളെപ്പോലുള്ള ഉപദേശമാരാന്നെ നിർത്തുകയില്ല, ഇരുന്ന് പ്രാകുക. ടെറസിൻ്റെ മണ്ടയിലല്ല, ചായ്പിനകത്തുമല്ല, ഏറ്റവും നല്ല സ്ഥലത്തായിരിക്കണം. വീട് പണിയുമ്പോൾ ആദ്യം നന്നാക്കേണ്ടത് പ്രാർത്ഥനാ മുറിയാ. നീ പ്രാർത്ഥനാ മുറി നന്നാക്കിക്ക്, നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. അപ്പൊ ഇസ്രായേലിൽ പണ്ട് ഫെലിസ്ത്യര് തന്ത്രമുണ്ടാക്കി. ഇസ്രായേലിന്റെ പ്രത്യേകത, ഇസ്രായേലിൽ കൊല്ലന്മാർ ഒത്തിരി ഉണ്ട്. കൊല്ലന്റെ പണി ആയുധം ഉണ്ടാക്കുക. അപ്പൊ ആയുധത്തിന് പഞ്ഞമില്ലാത്തതിനാൽ ഇസ്രായേൽ മക്കൾക്ക് ജയമാണ്. ഫെലിസ്ത്യര് കമ്മിറ്റി കൂടി ബില്ല് പാസ്സാക്കി, ഇവര് ജയിക്കാൻ കാര്യമല്ല. അപ്പൊ മൂപ്പന്മാര് പറഞ്ഞു കൊല്ലൻ ഒത്തിരി ഉണ്ട്, അതിനാ കൊല്ലനുള്ളത് കൊണ്ട് പച്ചിരിമ്പ് കാച്ചി പഠിപ്പിച്ച് അടിച്ച് മൂർച്ച കൂട്ടി കൊടുത്തിരിക്കുക. ഇവര് യുദ്ധം ചെയ്ത് വെച്ച് വരുമ്പോൾ മറ്റവന്മാരെ അടിച്ച് പരത്തി കൊടുക്കുക. സുവിശേഷ വേലയ്ക്ക് എല്ലാവർക്കും പോകാൻ ഒത്തില്ലെങ്കിൽ പോകുന്നവരെ ഓർത്ത് സഹോദരിമാര് പ്രാർത്ഥിക്കണം. മാതാക്കളിരുന്ന് പോരാടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിന് പോകുമ്പോൾ ഇവിടെ കൊല്ലന്മാരിരുന്ന് അടിച്ച് പച്ചിരിമ്പ് അടിച്ച് കാച്ചി പഠിപ്പിച്ച് രാഗി ക്രമപ്പെടുത്തി ഇട്ടിരിക്കുക. ഇവര് യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ എടുത്ത് കൊടുക്കുക. അപ്പോൾ ഫെലിസ്ത്യര് കമ്മിറ്റി കൂടി ബില്ല് പാസ്സാക്കി, ഇവര് യുദ്ധത്തിൽ ജയിക്കാൻ കാര്യം ആയുധമുള്ളത് കൊണ്ടാ. അപ്പോൾ ചോദിച്ചു, എന്താ അതിന് പോംവഴി? ആയുധം ഉണ്ടാക്കുന്ന കൊല്ലനാ, അതിനെന്നാ പോംവഴി? മുഴുവൻ കൊല്ലനെയും തട്ടിയേക്കാൻ പറഞ്ഞു. അങ്ങനെ വന്ന് 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 ഇസ്രായേലിൽ ഇപ്പോൾ ഒരൊറ്റ കൊല്ലനെ കാണാനില്ല. വായിച്ച് 13:19 ശമൂവേലിന്റെ 1-ാം പുസ്തകം 13:19. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണാനില്ല. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു ഒറ്റ കൊല്ലനെ കാണാനില്ല. ഒരു കൊല്ലനെ മഷിയിട്ട് നോക്കിയിട്ട് കാണുന്നില്ല. ഇപ്പൊ ഈ വന്ന് വന്ന് പ്രാർത്ഥിക്കുന്നവരധികം ഇല്ലല്ലോ. പ്രാർത്ഥനയെ പറ്റി പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്, പ്രബന്ധമൊക്കെ അവതരിപ്പിക്കും. എന്താണ് പ്രാർത്ഥന? നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം? എങ്ങനെയും ഇരുന്ന് പ്രാർത്ഥിക്കടാ കുറച്ചു നേരം. ഊന്തം പറയുക. എടാ എങ്ങനെ കസേരയിലിരുന്നോ, താഴെ ഇരുന്നോ, ഇനി കട്ടിലയിലിരുന്നോ, നീ എങ്ങനെയും കുറച്ചു നേരം പ്രാർത്ഥിക്കും. എന്താണ് പ്രാർത്ഥനയുടെ ഗ്രീക്ക്? നീ പ്രാർത്ഥനയുടെ ഗ്രീക്ക് പണ്ട് ഉണ്ണിച്ചായം പണ്ട് പ്രസംഗിച്ച്, ഇപ്പം പ്രസംഗിച്ച് എല്ലാം ഗ്രീക്കാ. ചിരിക്കുന്നത് വരെ ഗ്രീക്കിലാ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ഗ്രീക്കിലൊരു ചിരി. ഗ്രീക്കിനും കീബുറൂനും ഞാൻ എതിരില്ല. ഉണ്ണിച്ചായം പറഞ്ഞ കാര്യം കടമെടുത്ത് പറയുകയാ. അതൊക്കെ നല്ലതാ. നീ എങ്ങനെയും ഇരുന്ന് കുറെ നേരം പ്രാർത്ഥിക്ക്. ശക്തമായ പോരാട്ടങ്ങളാണ് എതിർത്ത് വരുന്നത്. ഇതിന് നടുവിൽ പ്രാർത്ഥനയല്ലാതെ മറ്റൊരു ജയമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇപ്പം വന്ന് ഇസ്രായേലി ഒറ്റ കൊല്ലൻ ഇല്ല. പ്രാർത്ഥിക്കുന്നവരില്ലല്ലോ. പ്രാർത്ഥനയെ പറ്റി പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്, പ്രാർത്ഥനയെ പറ്റി പ്രസംഗിക്കുന്നവർ നന്നായിട്ടുണ്ട്, പ്രാർത്ഥനയെ പറ്റി പുസ്തകം എഴുതുന്ന ആൾക്കാരുണ്ട്, പ്രബന്ധം അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ പ്രാർത്ഥന ഗ്രീക്കും ഹീബ്രു ഒക്കെ പറയാൻ നല്ലതാ. അതിന് പുസ്തകം എഴുതും. ആ പുസ്തകം പ്രകാശനം ചെയ്യാനും ആളുണ്ട്. പ്രകാശനം കഴിഞ്ഞ് അത് വിൽക്കാനും ആൾക്കാരുണ്ട്. വിദ്യാച്ചതിന്റെ കമ്മീഷൻ മേടിക്കുന്നവരുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്നവര് മാത്രമില്ല. ഒരൊറ്റ കൊല്ലനെ കാണാനില്ല. വായിച്ചേ 13:19 ഒന്നോട് വായിച്ചേ. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണാനില്ലായിരുന്നു. എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുത്. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണാനില്ല. എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുതെന്ന് ഫെലിസ്ത്യര് പറഞ്ഞു. ഇസ്രായേൽ തങ്ങളുടെ കൊഴു, കലപ്പ, മഴു, മമ്മട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്ത്യരുടെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. ഗതികേട് കണ്ടോ? മഴവും മമ്മട്ടിയും ഇതെല്ലാം കൂടെ കാച്ചിക്കാൻ ഇപ്പൊ എങ്ങോട്ട് പോകണം? അതല്ല ഇപ്പൊ നമ്മുടെ സഭയിൽ ആള് വരും. പിള്ളേരാരും വരുന്നില്ലല്ലോ. എന്നിട്ട് നീ പറയാ പിള്ളേർക്കാർക്കും താല്പര്യമില്ല. എടാ പിള്ളേരെങ്ങനെ വരും? നീ ഇതിനകത്ത് ഗോടാലി ഒപ്പിക്കല്ലേ? കമ്മറ്റിയും കുന്തവും ഗോടാലിയും തർക്കവും വാലോ സഭായത്തിന് വരുമ്പോ മിറ്റത്ത് കിടന്നടി, അകത്ത് കയറി സാക്ഷിക്ക് പാര വെക്കുക. ഇത് കഴിയുമ്പം സഭായം കഴിഞ്ഞ് നിന്റെ നന്ദതി എവിടെ വരാനാ? നിന്റെ കൂടെ എവിടെ വരും? കൊച്ചുങ്ങൾ ഇത് കണ്ടല്ലേ വളരുന്നേ. സഭായം കഴിഞ്ഞ വീട്ടിൽ വന്ന അന്ന് സഭയിലുണ്ടായ പ്രശ്നമല്ലേ പറയാനേ? ഉപദേശിക്കെതിരെ, കൂട്ടുസഹോദരനെതിരെ, കൂട്ടുവേലക്കാർക്കെതിരെ മിണ്ടരുത്. ഞാനേ നല്ല പ്രാഗൽഭ്യത്തോടെ പറയാം, സാമച്ച സഭയുടെ ഒരു കാര്യവും ഞാൻ വീട്ടിൽ ഇരുന്ന് പറയത്തില്ല. ഒരു കാര്യം പറയുകയില്ല.
ആണ്ട് എൻ്റെ ഭാര്യയും മോനും വന്നിട്ടുണ്ട്. ഒരു കാര്യം പറയുകയല്ല, പറയാൻ വിഷയമില്ലേ? വിഷയമേ ഉള്ളല്ലോ. സഭയിൽ നടക്കുമ്പോൾ അന്നേരം ആ യോഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവർ പറയുന്നേ, അവരോട് വൈരാഗ്യം ഉണ്ടായിട്ടല്ല. സ്തോത്രം. ഇത് സഭായം കഴിഞ്ഞേച്ച് വീട്ടിൽ വന്ന് മുഴുവൻ ആൾക്കാരെ ഇട്ട് വിസ്തരിച്ച് സെൻട്രൽ പാസ്റ്ററെ ആക്ഷേപിച്ച്, ലോക്കൽ പാസ്റ്ററെ ആക്ഷേപിച്ച്, അതിഥിയായിട്ട് വന്നെങ്കിൽ അവനെ ആക്ഷേപിച്ച്, ഇതെല്ലാം കൊച്ചുങ്ങൾ കണ്ടോണ്ടിരിക്കുക. ഉച്ചവരെ മറുഭാഷ പറഞ്ഞ് മേപ്പോട്ടും ഇങ്ങോട്ടും ചാടിയ കുഞ്ഞമ്മ 2:30 ആയപ്പം കോടാലി ഒപ്പിക്കുക. കൊച്ചുങ്ങൾ ഇത് കാണുക. കൊച്ചുങ്ങൾക്ക് മനസ്സിലായി ഇതെല്ലാം തട്ടിപ്പാന്ന്. എങ്ങനെ വരും നിന്റെ കുഞ്ഞുങ്ങൾ? നീ മാതൃകയോടെ നിൽക്കണ്ടേ, ഞാൻ മാതൃകയോടെ നിൽക്കണ്ടേ? സ്തോത്രം, സ്തോത്രം. ഞാൻ ഒരാളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞ, മുഴുവൻ ദൈവമക്കളോടാ. നിന്റെ നാവ് ആവശ്യമില്ലാത്തതിന് ചായ്ക്കരുത്. നിന്റെ ചെവി ആവശ്യമില്ലാത്ത കേൾക്കാൻ ചായ്ക്കരുത്. ചെവി തുളച്ചേക്കണം. നിന്റെ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്തണം. വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. വിശേഷിച്ച് കുടുംബത്തിൽ കുഞ്ഞുങ്ങളുടെ നടുവിൽ അവൻ സ്തോത്രം ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും വായിന്ന് വരരുത്. വന്നൊരു ഒറ്റ കൊല്ലാനില്ല, പ്രാർത്ഥിക്കാൻ ആളില്ലല്ലോ. വായിച്ചേ, ഇത് കാച്ചിക്കാൻ എങ്ങോട്ട് പോകണം? ഫെലിസ്ത്യരുടെ അടുക്കൽ. ഗതികാട് കണ്ടോ? അതല്ല, ഇവിടെ എവിടെ പോകുന്നു? അവിടെ ഒരു വിടുതലിന്റെ ശുശ്രൂഷ നടക്കുന്നു. ഇവിടെ കമ്മിറ്റി അടിയാ. അമ്മാമ്മ എവിടെ പോകുന്നു? അവിടെ ഒരു ഫയർ മീറ്റിംഗ്. ഇവിടെ ഉള്ള തീയും കൂടെ വെള്ളം ഒഴിച്ച് കെടുത്തി വെച്ചിരിക്കുക. സ്തോത്രം. ഇവിടെ വേണം. ഇസ്രായേൽ തങ്ങളുടെ കൊഴു, കലപ്പ, മഴു, മമ്മട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്ത്യരുടെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. ഫെലിസ്ത്യന്റെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. ഗതികാട് നോക്കിയേ. അടുത്ത വാക്യം വായിച്ചേ സഹോദരി. എന്നാൽ മൺവെട്ടി, കലപ്പ, മമ്മട്ടി, കലപ്പ, മഴു എന്നിവയ്ക്കായിട്ട് മുടിങ്കോൽ കൂർപ്പിപ്പാനും അവർക്ക് അരമുണ്ടായിരുന്നു. അവർക്ക് അരമുണ്ട്. ആർക്ക്? ഫെലിസ്ത്യർക്ക് അരമുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഫെലിസ്ത്യന്റെ കയ്യിൽ അരമുണ്ട്. ഇവരിതെല്ലാം കൂടെ കെട്ടിച്ചുമ്മി അങ്ങോട്ട് ചെല്ലും. നമ്മുടെ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ആരോമില്ല, ഗീരോമില്ല, ഒന്നുമില്ല. ഇവര് സമയമാകുമ്പോൾ ഇതെല്ലാം കൂടെ കെട്ടിച്ചുമ്മി അങ്ങോട്ട് ചെല്ലും. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഫെലിസ്ത്യന്റെ കയ്യിൽ അരമുണ്ട്. അരം. നമ്മുടെ ആൾക്കാർ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ അരം കൊണ്ട് 2 രാഗ്. ചെന്നപ്പോ ഒരു രാഗ്, പോന്നപ്പോ ഒരു രാഗ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അതും മതി. അയ്യോ, എന്തുവായിരുന്നു, എന്തുവായിരുന്നു തള്ളേ? എന്നാ നിങ്ങൾ കാര്യം പറ. യോ, അത്രയും ജനം വരുന്നപ്പോ എന്റെ പേരാ വിളിച്ചു പറഞ്ഞത്. എന്ത് വേണ്ട, പെണ്ണുങ്ങൾ വന്ന് കുത്തിരുന്ന ആരുടെയും പേര് പറഞ്ഞില്ല. ആ വന്ന പാസ്റ്റർ എന്റെ പേരാണ് വിളിച്ചു പറഞ്ഞത്. സാലി ഒരു രാഗ് മതിയല്ലോ. പിന്നെ പോരാൻ നേരത്തൊരു രാഗ്. യവന്റെ ശെങ്കടി ഒരു തള്ളു, ആണ്ട 4 തത്തോന്ന് പറഞ്ഞ് കിടക്കുന്നു. 2 രാഗ് മതി. അവിടെ വായിക്കുന്നത് ഇവരുടെ കൊഴു, കലപ്പ, മഴു, മമ്മട്ടി എന്നിവ കാച്ചിപ്പാൽ ഫെലിസ്ത്യന്റെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. ഗതികേട് കണ്ടോ? എടാ, ഇവിടെ ആരാധനമാണ്. ആകയാൽ എന്ത് സഹോദരന്മാരെ, വായിച്ചേ 14:26. നമ്മൾ കൂടി വരുമ്പോ എന്തോ വേണം? ആ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14:26. ഇത് മറിക്കാതെ കണ്ട് അങ്ങോട്ട് പോകണം. അത് വായിച്ചു തിരിച്ച് ഇങ്ങോട്ട് വരികയും ചെയ്യണം. 14:26 വലത്തുപക്ഷത്ത് കണ്ണിക തുടങ്ങുന്നിടത്ത്. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. എല്ലാവർക്കും കൂടെ ഒരു സങ്കീർത്തനമല്ല, ഓരോരുത്തരും സങ്കീർത്തനം. നമുക്കെല്ലാം കൂടി പേടുന്നേറ്റുന്ന 45-ാം സങ്കീർത്തനം, ഗാനപ്രതിഗാനം അത് വായിച്ചോ. പക്ഷെ അതല്ല, ഓരോരുത്തരും സങ്കീർത്തനം വേണം. ഓരോരുത്തരും സങ്കീർത്തനത്തോടെ ദൈവത്തെ സ്തുതിക്കണം. അവൻ സ്തുതി സ്തോത്രവും കുറച്ച് ആൾക്കാർക്ക് വിട്ടുകൊടുക്കില്ല, പാട്ടുകാർക്ക് മാത്രം വിട്ടുകൊടുക്കുകയല്ല, സകലരും ഒന്നിച്ചു വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. പിന്നെ ഉപദേശമുണ്ട്. കൂടുമ്പോ ഉപദേശം പറയണം. ഉപദേശിക്കാൻ സമർത്ഥരായിരിക്കണം. ദൈവസഭ കൂടുമ്പോൾ ഉപദേശം പറയണം. ദുരുപദേശക്കാരും, പാച്ചുണ്ടുപദേശക്കാരും, വിപരീതോപദേശക്കാരും, വിരുദ്ധോപദേശക്കാരും വർദ്ധിച്ചു വരുന്ന കാലയളവിൽ നമുക്ക് അവസരം കിട്ടുമ്പോൾ, നമ്മുടെ ജനം കൂടി വരുമ്പോൾ ശരിയായ ഉപദേശം അവസരം കിട്ടുന്നതനുസരിച്ച് ആരൊക്കിട്ട് ഉറപ്പിക്കണം. ഇതിപ്പോ ഉപദേശം പറയുന്നവരും അവരും ഇങ്ങനെയുണ്ട്. പിന്നെ ചിലരെ ഇങ്ങനെ പറയുന്നു, ചിലർ ഇങ്ങനെ പറയുന്നു. നിങ്ങൾക്ക് എന്ത് വേണേലും
ആസ് യു ലൈക്ക്. ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ? എന്റെ ആസ് യു ലൈക്ക്. എടാ, ഉപദേശം തീർത്ത് പറയണം. രക്ഷ യേശുവിൽ കൂടി മാത്രം. സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. അഭിഷേകം പ്രാപിക്കണം. നീ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അന്യഭാഷ പറയുന്നവൻ ദൈവത്തോടല്ലാതെ കൊച്ചായനോടല്ല. ഒരു തള്ള പറഞ്ഞ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, തള്ള നിങ്ങളോടല്ല പറഞ്ഞത്, ദൈവത്തോടാ പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം മനസ്സിലാകണോ? അവർക്ക് മനസ്സിലാകുന്നില്ലെന്ന്. നിങ്ങൾക്ക് മനസ്സിലായിരുന്നു നിങ്ങളുടെ മാപ്പിളയോട് പോയി ചോദിക്കണം. നിങ്ങളോടല്ലല്ലോ പറഞ്ഞ അന്യഭാഷ. എടാ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട്, തള്ളയോടല്ല. അവൻ തനിക്ക് തന്നെ ആത്മിക വർധന വരുത്തുക. ഉപദേശം തീർത്ത് പറയണം. തിരുമേശ എടുക്കണം. തിരുമേശ വിശ്വാസിയും ഉപദേശിയും സകല ആൾക്കാരും സകല എണ്ണോ സഭയിൽ റെഗുലറായിട്ട് തുടർമാനമായിട്ട് വരുന്ന സ്നാനപ്പെട്ടവൻ തിരുമേശ എടുക്കണമെന്ന്. തിരുമേശയായിട്ട് വരുമ്പോൾ നീ ഇങ്ങനെ ട്രാഫിക് പോലീസ് വാമ്പാടി നിൽക്കുമ്പോൾ നിൽക്കാറേ. മനസ്സിലായോ? എടാ, തിരുമേശ എടുക്കാത്തവനെ പാട്ട് പാടാൻ കയറ്റരുത്. തിരുമേശ എടുക്കാത്തവനെ ഈ പുൾപിറ്റ് നിർത്തരുത്. നമ്മുടെ കൺവെൻഷൻ ഇന്നുകൊണ്ട് തീരുകയല്ലേ? മതി. തിരുമേശ എടുക്കണം. അവിടുത്തെ കഷ്ടാനുഭവങ്ങൾ കൂട്ടായ്മ ആചരിക്കണം. വേർപാട് പാലിക്കണം. കൂട്ടായ്മ ആചരിക്കണം. നീ പ്രാർത്ഥനയിൽ പോരാടണം. ലോകത്തോടും സമൂഹത്തോടും സകലത്തിനോടും വേർപാട് പാലിച്ച് നീ വേർപാടി നിൽക്കണം. വേർപാടോടെ വിശുദ്ധിയോടെ നിൽക്കണം. അല്ല, വേദപുസ്തകത്തിന്റെ ഉപദേശം, അപ്പോസ്തലിക ഉപദേശം കേൾക്കണം. അത് അരക്കിട്ട് ഉറപ്പിക്കണം. അതിന് കൈ തരുന്നുണ്ടോ, മുഖം എങ്ങനെയുണ്ട്, മിണ്ടുന്നോ, നമ്മുടെ വിഷയമല്ല. ഞാനാണെങ്കിൽ ഈ ദിവസങ്ങളിൽ എൻ്റെ സാമച്ച ശരിക്ക് ഒരുങ്ങിയാ നടക്കുന്നത്. നീ വിളിച്ചാലും കൊള്ളാം, വിളിച്ചില്ലേലും കൊള്ളാം, എനിക്ക് അവസരം കിട്ടിയാൽ സ്തോത്രം. ഇനി എങ്ങനാന്നൊന്നും എനിക്കറിയത്തില്ല. ആമൻ ലഭിക്കുന്നിടത്തോളം സമയം ആമൻ കർത്താവിന്റെ മുഖം നോക്കാതെ ആമൻ തീർത്ത് കാര്യം പറയണം. ആമൻ കർത്താവ് വരാറായി. ഓടപ്പരുത്. അലസരെല്ലാം മാറണം, അലസതയെല്ലാം മാറണം. നിന്റെ മടി, ഉദാസീനത, ഇരമ്യാവ് 48:10 വായിക്കുന്നത്, ഉദാസീനതയോടെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാ. ദൈവദാസന്മാരോട് ഒരു കാര്യം പറയാ, സഭയിലെ ആൾക്കാർ മിണ്ടിയാലോ മിണ്ടിയിലോ പറഞ്ഞാലോ അതൊന്നും വിഷയമല്ല. ദൈവമാ നിന്നെ വിളിച്ചത്, ദൈവമാ നിനക്ക് ശുശ്രൂഷ നൽകിയത്, ദൈവമാ നിനക്ക് പേർ ചൊല്ലി വിളിച്ചത്. നിന്നെ പുലർത്താൻ, നിന്നെ സഹായിപ്പാൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഉപദേശം തീർത്ത് പറയണം. അത് ഞാൻ സമയത്തെ അങ്ങ് നിർത്തുക. ആകയാൽ ഇവര് ഫെലിസ്തീനിലൊക്കെ ചെല്ലേണ്ടി വന്ന അവർക്ക് ആരവുണ്ട്. അടുത്ത വാക്യം ശ്രദ്ധേയം വായിച്ചേ. ആകയാൽ യുദ്ധസമയത്ത്, അത് അടിവരയിട്ട് നിൽക്കണ്ട. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടിയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും ഉണ്ടായിരുന്നില്ല. വാളുമില്ല, കുന്തവുമില്ല. അതാ ഗോലിയാത്ത് വെല്ലു വിളിച്ചപ്പോൾ യവന്മാരെല്ലാം കൂടെ പുറകോട്ട് ഓടിയത്. പേടിച്ചിട്ട് ഓടിയതല്ല. കാരണം എല്ലാരും വീരന്മാര്, ശൂരന്മാരുമാ. പിന്നെ വീരശൂര പരാക്രമികൾ പുറകോട്ട് ഓടാൻ കാര്യം ഒരുത്തന്റെ കയ്യിൽ ആയുധമില്ല. ഇനി ഇതിന്റെ ഒളി ഇച്ചിലൂടെ കൂട്ടനെ തൊണ്ട അങ്ങ് അടഞ്ഞു, നന്നായിട്ട് അടഞ്ഞു. നിങ്ങളുടെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പമാ. എങ്കിലും ഇച്ചിരി കൂട്ടിക്കൂ. ആട്ടെ. അപ്പോൾ അടുത്ത വാക്യമാണ്, ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടിയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും ഉണ്ടായില്ല. ഒരുത്തന് വാളുമില്ല, കുന്തവുമില്ല. ഇനി അവിടെ നിർത്തണേ സിസ്റ്ററെ. എത്ര പേർക്ക് ആയുധമില്ലാത്തത് കണക്കുണ്ട്? എത്ര പേർക്ക് ആയുധമില്ല? ഞാൻ ഇന്ന് ഈ വചനത്തിൽ തന്നെ കൊണ്ട് നിന്ന് പറയുന്നത്, ചെല്ല് പറയാറുണ്ട്, അയാൾക്ക് വചനം ഒന്നും അയാൾ പറയും, പിന്നെ എന്തുവാടാ പറയുന്നത്? ഈ പറഞ്ഞ എല്ലാം രാമായണത്തിൽ നിന്നാണോ? അല്ല, ഒരുത്തൻ പറഞ്ഞ അയാൾക്ക് വചനം ഒന്നും. ഇത്ര നേരം വചനമല്ലേ? എത്ര വാക്യം ഞാൻ പറഞ്ഞു? എണ്ണിയോ? ഇത്ര പറഞ്ഞാൽ പോരെ? ഇനിയും പറയണോ?
അച്ഛനോട് പറയാം, അവിടെ ഇരിക്കും, പോരുത്. ഞാനും അത് കണ്ടു തന്നെ, വചനത്തിൽ നിന്ന് തന്നെ അങ്ങോട്ട് പറയാൻ. സ്തോത്രം. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെ ജനത്തിൽ ഒറ്റയൊരുത്തന് വാളും കുന്തവും ഇല്ല. ഒരു കുന്തവെന്ന് ഇപ്പൊ പറയാൻ മേലെ. കുന്തവെന്ന ഒരാൾ പറഞ്ഞു കിടന്ന് കുഴഞ്ഞ്. ഒറ്റയൊരുത്തന് ആയുധമില്ല. എത്ര പേർക്ക് ആയുധമില്ലാത്ത കണക്കൊണ്ട് വായിച്ച് ഇത് മറിക്കാതെ കണ്ട്. പിന്നെ ശമൂവേൽ എഴുന്നേറ്റ് അല്ലെന്ന്. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6 മുതൽ അങ്ങോട്ട് വായിച്ചേ. എത്ര പേർക്കില്ലെന്ന് കണക്കുണ്ട്? വായിയേ. അനാഥൻ പുത്രനായ ശങ്കരൻ നാളിൽ യായാലും കാലത്തും പാനകൾ ശൂന്യമായി വടിപോക്കർ വളഞ്ഞ വടികളിൽ കൊണ്ട് നടന്നു. ദബോറയാകുന്ന ഞാൻ എഴുന്നേക്കും വരെ ഇസ്രായേലി മാതാവായിട്ട് എഴുന്നേക്കുന്ന നാൾ വരെ നായകന്മാർ ഇസ്രായേലി അശേഷമില്ല. അവർ നൂതന ദേവന്മാരെ ഭരിച്ചു. ഗോപുരദ്വാരത്തിൽ യുദ്ധം ഭവിച്ചെന്ന വാക്യം ഒന്നുകൂടെ വായിച്ചു. 6-ാം വാക്യം മുതൽ വായിരേ. അനാഥൻ പുത്രനാം ശങ്കരൻ നാളിലും യായേലിൻ കാലത്തും പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു. വഴിപോക്കർ എല്ലാം കൂടെ എങ്ങനെ വളഞ്ഞ വഴികളിൽ വളഞ്ഞ വഴി സഞ്ചരിക്കുന്ന ആരാ? വഴിപോക്കർ. പണ്ട് 2 പേര് കടങ്കഥ നടത്തിയപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ അമ്മയും അമ്മയുടെ അമ്മാച്ചൻ, അമ്മയുടെ സമപ്രായമാണ്. ഞങ്ങളുടെ വീട്ടിലെ കാര്യമാണ്. അമ്മയും അമ്മയുടെ അമ്മാച്ചനും വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞു കേട്ടതാ. അപ്പം എൻ്റെ അമ്മയുടെ പേര് കുഞ്ഞമ്മ, അമ്മയുടെ അമ്മാച്ചൻ്റെ ഇളയ അമ്മാച്ചൻ്റെ പേര് കേശവൻ. 2 പേരുടെ കടങ്കഥ നടത്തുക. ഒരു വയസ്സിന് വ്യത്യാസമുള്ളൂ അനന്തരവലും അമ്മാച്ചനും. അപ്പം കടങ്കഥ നടത്തിയപ്പം 2 പേരും പറയുക, ഞെട്ടില്ല വട്ടയില്ല പിന്നെ പപ്പടം, പിന്നെ അവിടെ നിന്നോട്ട് ഉടുപ്പൂരി കിണറ്റ് ചാടി ഇല്ലേ. ഉടനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇട്ടാ പൊട്ട് ഇംഗ്ലീഷ് കൊണ്ടാ. ഇല്ല, കേട്ടിട്ടില്ലേ? ഒന്നും അറിയാൻ മേല. എല്ലാം ഗബ്രിയേൽ മാലാഖ എല്ലാം വന്നിരിക്കുക. ഉടനെ അവിടുന്ന് മിറ്റത്തെ ചെമ്പിന് അടപ്പില്ല. ഉടനെ ഇവിടുന്ന് അമ്മ വിളമ്പി മോള് കറമ്പി മോളുടെ മോളുടെ സുന്ദരിക്കോത. എന്നാ പറഞ്ഞ? ഞാനും അത് തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പം കടങ്കഥ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ അമ്മാച്ചന് ഒടുവിൽ കടങ്കഥ കിട്ടുന്നില്ല. ഉടനെ പുള്ളിയുടെ കടങ്കഥയാ. മണ്ണെണ്ണ തീരുമ്പം വിളക്ക് കിടും. എൻ്റെ അമ്മ കുത്തിയിരുന്ന് നോക്കിയിട്ട് മറുപടി കിട്ടുന്നില്ല. കാരണം 2ഉം പുള്ളിയാ പറഞ്ഞത്. മണ്ണെണ്ണ തീരുമ്പം വിളക്ക് കിടും. അതാ വളഞ്ഞ വഴി കൂടെ ആര് പോകുന്നു? വഴിപോക്കര് പോകുന്നു. ഞാനും കുഴഞ്ഞു. ഒന്നുകൂടെ വായിച്ചോ സഹോദരി. 6-ാം വാക്യം. അനാഥൻ പുത്രനാം ശങ്കരൻ നാളിലും യായേലിൻ കാലത്തും പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു. ശ്രദ്ധിച്ചേ, ദൈവദാസി ഇങ്ങോട്ട് നോക്കിക്കേ. ഈ വളഞ്ഞ വഴി കൂടെ പോകുന്നത് ആരാന്ന് ചോദിച്ചാ നേരായി പോകാത്തത് ആരാ? നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇങ്ങനെ പോകുന്നത് ആരാ? ഇന്ന് വരെ ഒരു പാമ്പ് സ്കെയിൽ പിടിച്ച പോലെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ അതിലേക്കൂടെ ഒരു പാമ്പ് വന്ന് വരയിട്ടത് കൂടെ വളഞ്ഞ വഴി കൂടാ. അത് സാറ് കൊടുത്തു. തിരിയക്കാം എനിക്കിത്ര ശ്രേഷ്ഠത വരുത്തിയ വീര്യസൽ ഭുജങ്ങൾ അശിക്കാൻ നിഷിദ്ധമോ. തിരിയക്ക് വളഞ്ഞ വഴി. അപ്പൊ എല്ലാം വിവരിക്കുന്നില്ല. അപ്പൊ ഇവിടെ വായിക്കുന്നത് അനാഥൻ പുത്രനായ ശങ്കരൻ നാളിലെ യായേലിൻ കാലത്ത് പാറകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടി നടന്നു. ദബോറയാകുന്ന ഞാൻ എഴുന്നേക്കുന്നത് വരെ ഇസ്രായേലി മാതാവായിട്ട് എഴുന്നേക്കുന്ന നാൾ വരെ നായകന്മാർ ഇസ്രായേലി അശേഷമില്ല. അവർ നൂതന ദേവന്മാരെ വരിച്ചു. ഗോപുരദ്വാരത്തിൽ യുദ്ധം ഭവിച്ചു. അടുത്ത വാക്യം. ഇസ്രായേലിന്റെ 40,000 മധ്യേ പരിചയമില്ല, കുന്തവുമില്ല. അപ്പൊ എത്ര പേർക്ക് ആയുധമില്ലാത്തത്? 40,000 ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ആയുധം പലർക്കുമില്ല. നമ്മൾ പറയില്ലേ, നേരത്തെ ചെന്നില്ലേ സീറ്റ് കിട്ടുകയില്ല. ആയിക്കോട്ടെ, ആയുധം എത്ര പേർക്കുണ്ട്? നേരത്തെ ചെന്നില്ലേ പാർക്കിങ്ങിന്? ആയിക്കോട്ടെ, ആയുധം എത്ര പേർക്കുണ്ട്? 40,000 എണ്ണത്തിന് ആയുധമില്ല.
അപ്പൊ ശ്രദ്ധിക്കുക, ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോൾ ഈ വീരന്മാര് ശൂരന്മാര് പുറകോട്ട് ഓടാൻ കാര്യം ഒറ്റ ഒരുത്തന്റെ കയ്യിൽ ആയുധമില്ല, 40,000 എണ്ണത്തിനുമില്ല. ഇനി ആയുധം ഉള്ളതാർക്ക്? അടുത്ത വാക്യം വായിച്ചേ ദൈവദാസി. ശൗലിനും അവന്റെ മകൻ യോനാഥാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൃത്യത്തിന് വായിച്ചു തരുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. പേരെന്തുവാ? എലിസബത്ത്. എലിസബത്ത് പാഷയുടെ ഭാര്യ വല്ലോ ആണോ? അല്ല, അല്ല. എന്നാലും നന്നായിട്ടാ വായിച്ചു തന്നെ. അതിനപ്പുറം ഇരിക്കുന്ന പാഷയുടെ ഭാര്യ. ആയിക്കോട്ടെ, അമ്മാമയും കൂടെ ഒരു വാക്യം വായിക്കണം ഇനി അടുത്തത്. അപ്പൊ ശ്രദ്ധിച്ചേ, ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടിയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും വാളുമില്ല, കുന്തവുമില്ല. കണ്ടോ? ഇനി ഉള്ളതാർക്ക്? അടുത്ത വാക്യം. ശൗലിനും അവന്റെ മകൻ യോനാഥാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഭൂതവും. യുദ്ധം പൊറുകിയപ്പോൾ മിടുക്കന്മാരുടെ കയ്യിൽ ആരുടെ കയ്യിലും ആയുധമില്ല. ഉള്ളത് ശൗലിനാ, അവന് ഭൂതം. ചെറുക്കൻ്റെ കയ്യിൽ ആയുധമുണ്ട്. ഭൂതം പിടിച്ച മൂപ്പനെ ഉള്ളത് കൊണ്ട് ചെറുക്കനൊന്നും ചെയ്യാനും ഒക്കുന്നില്ല. ചില സഭകളിലൊക്കെ അങ്ങനെ ആണല്ലോ. മൂപ്പനാന്നും പറഞ്ഞ് ചുമ്മാ സൈഡ് സീറ്റേ വന്നിരിക്കുക, പ്രാർത്ഥിക്കത്തുമില്ല, പാടുകയിൽ പഴയ വകുപ്പൊക്കെ പറഞ്ഞിരിക്കുക. കൊച്ചുങ്ങളെന്നാ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാന്നോർത്താ ഈ വല സമ്മതിക്കുകയില്ല. പിള്ളേര് പറയാൻ നമുക്ക് ഹോളൊന്ന് പുതുക്കി പണിയാം. ഇതിങ്ങനെ അടക്കോടി ഇരിക്കും പോലെ കയറി ഇരിക്കുക. ഇതൊരു മുട്ട ഇടുകയില്ല, വേറൊരു കോഴിയെ കയറ്റി മുട്ട ഇടിക്കട്ടെ. ഇത് പണ്ടിട്ട മുട്ടയുടെ ചരിത്രം. 82-ൽ ഞാൻ 2 മുട്ട ഇട്ടതാണ്, പാമ്പാടി വെച്ചു. എടാ, നീ പണ്ടിട്ട കരിഞ്ഞു മുട്ടയുടെ കാര്യം പറയാതെ നീ ദൈവത്തെ ആരാധിക്കേ, പഴയ വകുപ്പ് പറയാതെ. യുദ്ധം അങ്ങോട്ട് മുറുകിയപ്പോൾ ഒറ്റ ഒരുത്തന്റെ ആയുധമില്ല. ഉള്ളത് ശൗലിനാ, അവന് ഭൂതം. എന്നാ ഇവന് ഭൂതമാ. അവന്റെ കയ്യിൽ ആയുധമുണ്ടല്ലോ, അവനാന്നല്ല ഭൂതം. അവന്റെ കയ്യിലുള്ള ആയുധം ഇഞ്ഞു വാങ്ങാന്ന് വെച്ചാൽ ഇവന്റെ ആയുധത്തിന് കുഴപ്പടിയാ. എന്തുവാ ശൗലിന്റെ ആയുധത്തിന്റെ കുഴപ്പം? ശൗല് മരിച്ചപ്പോൾ ദാവീദ് പാട്ട് പാടിയപ്പോൾ അത് പരാമർശിച്ചു. വായിച്ചേ ശൗമേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 16 മുതൽ. അമ്മാമ വായിച്ചേ. ആമേൻ, സ്തോത്രം. അമ്മാമ വായിക്കാം അമ്മാമേ. ശൗമേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17 മുതൽ വായിച്ചു. അനന്തരം ദാവീദ് ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും കുറിച്ച് ഈ വിലാപഗീതം ചൊല്ലി. അവൻ യഹൂദ മക്കളെ ഈ ധനുർഗീതം അഭ്യസിപ്പിക്കാൻ കൽപ്പിച്ചു. പിന്നെ അത് ശൂരന്മാരെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഇത് ധനുർഗീതമാ, വിലാപകാവ്യമാ. ശൗല് മരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദോവന്റെ ആൾക്കാരോട് ചേർന്ന് പാടുക. അപ്പൊ ദാവീദ് ധനുർഗീതം അഭ്യസിപ്പിക്കാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. പിന്നെ ഇസ്രായേലേ നിന്റെ പ്രതാപമായവൻ, നിന്റെ ഗിരികളിൽ നിഗതന്മാരായി പട്ടുപോയതെങ്ങനെ ഗത്തിൽ പ്രസിദ്ധപ്പെടുത്തരുത്. അസ്കലോം വീഥികളിൽ ഘോഷിക്കരുത്. ഫെലിസ്ത്യപുത്രിമാർ സന്തോഷിക്കുകയും അരുത്. അഗ്രചർമ്മികട കന്യകമാർ ഉല്ലസിക്കുകയും അരുത്. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ വഴിപാട് നിലങ്ങളോ ഉണ്ടാകാതിരിക്കട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞ് കളഞ്ഞത്. അടുത്ത വാക്യം. ശൗലിന്റെ തൈലാഭിഷേകം ഇല്ലാത്ത പരിച എന്ന് പറഞ്ഞാൽ അവൻ യുദ്ധം അങ്ങോട്ട് മുറുകിയപ്പോൾ ഒറ്റയൊരുത്തന്റെ കയ്യിൽ ആയുധമില്ല. ഞാന് ഒടുവിലായിട്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞു നിർത്താൻ പ്രസംഗത്തിന്റെ വിഷയം ഇതാ: എതിർത്ത് നിൽക്കണം, എന്നാൽ അവൻ നിന്നെ വിട്ടുകൂടും. എന്നാൽ ഇവിടെ കണ്ട കാഴ്ച, ഗോലിയാത്ത് എതിർത്ത് വന്നപ്പോൾ വീരന്മാരും ശൂരന്മാരുമായ സകലയുള്ളോ പുറകോട്ടോടി. എന്തുകൊണ്ട് പുറകോട്ടോടി? പേടിച്ചിട്ടല്ല, ഒറ്റയൊരുത്തന്റെ കയ്യിൽ ആയുധമില്ല. എത്ര പേർക്ക് ആയുധമില്ല? 40,000. ഉള്ളതാർക്കാ? അത് ശൗലിന്. അവന് ഭൂതം. എന്നാ അവന് ഭൂതമാ. അവന്റെ ആയുധം വാങ്ങാന്ന് വെച്ചപ്പോൾ ഇവിടെ എഴുതിയിരിക്കുക, ശൗലിന്റെ തൈലാഭിഷേകം ഇല്ലാത്ത പരിച. ഒരു കാര്യം ദൈവമക്കളോട് പറയാ, എടാ, അഭിഷേകമുള്ളവന്റെ കയ്യിൽ ഒരു ചുള്ളിക്കമ്പ് കിട്ടിയാൽ അതിലും അഭിഷേകമുണ്ട്. അതിൽ അഭിഷേകം വ്യാപരിക്കും. ആത്മനിറവും ആത്മശക്തിയും പ്രാർത്ഥനാ വീരന്മാരും പ്രാർത്ഥിച്ച് പോരാടുന്ന ഒരു ദൈവദാസൻ എഴുന്നേറ്റ് ഒരു വാക്യം പറഞ്ഞാൽ മതി, പരിശുദ്ധാത്മാവ് ഇടപെട്ടോണ്ടിരിക്കും.
ദൈവകൃപയുള്ള നീ എഴുന്നേറ്റ് ഒരു ഹല്ലേലൂയ പറഞ്ഞാ മതി, അതിനകത്ത് കൃപ വ്യാപരിച്ചോണ്ടിരിക്കും. ദൈവകൃപയുള്ള നീ 2 ശീലി പാട്ട് പാടിയാ മതി, അതിനകത്ത് അഭിഷേകം വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയും, ശിംശോൻ വെലിസ്തരെല്ലാം കൂടെ വന്ന് വട്ടമിട്ട് നിൽക്കുക. ശിംശോൻ നോക്കുമ്പോൾ കയ്യിലൊന്നുമില്ല. വട്ടമിട്ട് നോക്കിയപ്പോൾ താണ്ട് കിടക്കുന്ന കഴുതയുടെ പച്ചത്താടിയല്ലേ ചാടി ഇങ്ങോട്ട് എടുത്തു കുന്നൊന്ന്. സൈമൺ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഇങ്ങനെ: കാശിന് കൊള്ളാതുള്ള കരത്തിന് താടിയല്ലാൽ നാസിറായ ഒരു ശിംശോൻ 1000 ബലിത്യരക്കാശിനി തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. കാക്കാശന് കൊള്ളുന്നതല്ല കഴുത. കഴുതയുടെ താടിയല്ല ഒന്നിനും കൊള്ളുകയല്ല. ഫെലിസ്തരെല്ലാം കൂടെ വന്നങ്ങോട്ട് ശിംശോനെതിരെ അണിനിരന്നപ്പോൾ ശിംശോന്റെ കയ്യിൽ ആയുധമില്ല. വട്ടമിട്ട് നോക്കിയപ്പോൾ ആകെ കൂടെ കണ്ടത് കഴുതയുടെ പച്ചത്താടിയല്. ചേടി ഇങ്ങോട്ടങ്ങ് എടുത്ത് കഴുതയുടെ താടിയല്. എൻ്റെ അഭിപ്രായം അങ്ങോട്ട് പറയാ, കഴുതയുടെ താടിയല് ശിംശോന്റെ മേൽ കിട്ടിയപ്പോൾ താടിയല്ലിലും കൂടെ അഭിഷേകം വ്യാപരിച്ചു. കാരണം ഇവൻ നാസി വ്രതസ്ഥനാ, അമ്മയുടെ ഉദരം മുതലേ വ്രതസ്ഥനാ. എല്ലാവരുടെയും കയ്യിലൊന്നും കിട്ടിയാൽ അഭിഷേകം വ്യാപരിക്കുകയല്ല, വ്രതസ്ഥന്മാരുടെ കയ്യിൽ കിട്ടണം. ശിംശോൻ അമ്മയുടെ ഉദരം മുതലേ വ്രതനാ. മാനോഹയുടെ വീട്ടിൽ ദൂതൻ വന്നപ്പോൾ ദൂത് പറഞ്ഞു, ഒരു കുഞ്ഞിനെ ഉരുവാകാൻ പോകുക, ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുക. അവൻ യഹോവയ്ക്ക് നാസീർ ആയിരിക്കണം. മുന്തിരി കടിക്കരുത്, കാടി കുടിക്കരുത്, തൊലി തിന്നരുത്, കുരു തിന്നരുത്. മുന്തിരിയുടെ അവ ഉണങ്ങിയോ പച്ചയോ ഒന്നും ഭുജിച്ചേക്കരുത്. ശവത്തെ തൊടരുത്. അപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ ആരും മരിച്ചാലും അടുത്ത് ചെന്ന് ശവത്തെ തൊട്ട് അശുദ്ധനാക്കരുത്. യഹോവയുടെ ആശീർവാദം നിന്റെ ശിരസിലിരിക്കുക. അങ്ങനെ വ്രതസ്ഥനായ ആത്മശക്തിയുള്ള ശിംശോൻ അവൻ കയ്യിലൊന്നുമില്ലാതിരിക്കെ ഒരു തേടിയെടുത്ത് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അതിൽ അഭിഷേകം വ്യാപരിച്ചു. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, നീ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, നീ പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുന്നെങ്കിൽ നിന്റെ കയ്യിൽ നിസാരമായ കഴുതകളുടെ തേടിയല്ല മതി. അതുകൊണ്ട് ദൈവം അത്ഭുതം ചെയ്യും. എടാ, പെന്തിക്കോസിലെ ആൾക്കാർ വന്നതും ഈ സഭ വളർന്നത് പഠിത്തത്തിന്റെ മെച്ചം കൊണ്ടോ പണത്തിന്റെ ഹുങ്ക് കൊണ്ടോ ആൾബലം കൊണ്ടോ കായബലം കൊണ്ടൊന്നും ഉണ്ടായതല്ല. അവൻ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന അഭിഷേകം പ്രാപിച്ചവരുണ്ടായിരുന്നു. നമ്മുടെ ജോൺ ഫിലിപ്പ് അച്ചായന്റെ അമ്മ, കത്തേക്കൊച്ചായന്റെ ഭാര്യ, അമ്മച്ചി വിയപുരംകാരിയ, വീട്ടുപേര് ഞാൻ മറന്നുപോയി, തോട്ടുപറമ്പിലെ നമ്മുടെ എം ഇ വർഗീസ് മാസ്റ്ററുടെ വീടിന് തൊട്ടടുത്ത്, മേക്കാട്ട വീടിനടുത്താ. അവർ ചേടുത്തി അനിയത്തിയും 2 പേര്. ഇളയ കൊച്ചമ്മ അന്മാരിയടായിരുന്നു, തിരുവനന്തപുരത്തായിരുന്നു. ഈ അമ്മമാർ 2 കൂടെ യാക്കോബ പള്ളിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് പള്ളിക്കകത്ത് വെച്ച് അഭിഷേകം പ്രാപിച്ചു. ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞു. അന്നത്തെ പള്ളിക്കാരും കുടുംബക്കാരും 2നും മട്ടാന്ന് പറഞ്ഞ് 2നെയും കൂടെ എടുത്ത് ആറ്റിലെറിഞ്ഞു. പായ്പാട്ടാറ്റില് മുങ്ങിയും പൊങ്ങിയും ആരോ കണ്ടോ എടുത്തോ ഒരു വീട്ടിൽ വലിച്ചു കയറ്റി അറയ്ക്കകത്ത് 14 ദിവസം ഇരുന്നു. 14 ദിവസം. നമ്മുടെ കോട്ടയത്ത് ഇപ്പോഴത്തെ സെൻട്രൽ പാസ് OE ഫിലിപ്പ് പാഷയുടെ അമ്മച്ചിയുടെ കാര്യമായി പറയുന്നത്. സ്തോത്രം. അറയ്ക്കകത്തിരുന്നു. എന്നോട് അമ്മച്ചി പറഞ്ഞതാ, ഒരു 30 കൊല്ലം മുമ്പ് വീട്ടിൽ, അന്ന് ഓർക്കുന്നുണ്ടല്ലോ വീട്ടിലെ യോഗം, എന്നോട് പറഞ്ഞതാ. അഭിഷേകം പ്രാപിച്ചു. എന്നിട്ട് ഒടുവിൽ കൊച്ചമ്മ പറഞ്ഞത്, ആ അഭിഷേകത്തിന്റെ ശക്തിയായി ഇന്ന് എന്നെ നിർത്തുന്നെന്ന്. സ്തോത്രം, സ്തോത്രം. ആ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കും. അത് ആ കഴുതയുടെ തേടിയല്ല കയ്യിലെടുത്തപ്പോൾ അഭിഷേകം വ്യാപരിച്ചു. സാറാ എഴുതിയിരിക്കുന്നത്, കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായൊരു ശിംശോൻ 1000 ഫെലിസ്ത്യരെക്കാശിനി തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസപ്തിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാം ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാൽ എൻ ബുദ്ധി ശോഭിക്കില്ലേ. സൂര്യന്റെ കിരണങ്ങൾ കാർമേഘത്തിന്റെ അകത്തോട്ട്
പതിക്കുമ്പോൾ വർണ്ണശബളമായ 7 വിധത്തിലുള്ള മഴവില്ല് ചാപം, ആ മഴവില്ല് വരുത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ സർവജ്ഞനായ ദൈവം തൻ്റെ തൃക്കണ്ണ് കൊണ്ട് നിന്നെ പാർത്ത് കഴിയുമ്പോൾ നിന്റെ ബുദ്ധി തെളിയും, നിന്റെ സന്തതികളുടെ ബുദ്ധി തെളിയും. അവൻ ജ്ഞാനമില്ലെന്നും കഴിവില്ലെന്നും അറിവില്ലെന്നും പറഞ്ഞ് ആക്ഷേപിച്ചാൽ നീ പതറരുത്. ദൈവം തന്റെ കരത്തിൽ നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കും. അവന്റെ ബലമുള്ള ഭുജത്തിൻ കീഴിൽ താണിരിക്കുക. ഗോലിയാത്തിനെ കണ്ട് നീ ഓടാനല്ല, നിന്നെ കണ്ട് അവൻ ഓടണം. ഇന്ന് രാത്രി ദൈവമക്കളോട് ദൂത് പറയുക, അവൻ നിന്നെ കണ്ട് ഓടണമെങ്കിൽ നീ ആയുധം ധരിച്ചടരാടണം. ഈ പോർക്കളത്തിന് ആയുധം ധരിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക. നമ്മുടെ ആയുധം എഫേസ്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്നല്ലോ, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർക്ക് ധരിച്ചുകൊള്ളുവീൻ. സത്യം നിങ്ങളുടെ അരയ്ക്ക് കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാലിന് ചെരിപ്പാക്കി രക്ഷകരുടെ ശിരസ്ത്രം പേറി ആത്മാവിന്റെ വാളെടുത്ത് സകല പ്രാർത്ഥനയാല് യാചനയാല് ഏത് നേരത്തും ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രി എല്ലാവരും സമർപ്പിക്കുക. അവനെ കണ്ട് നീ ഓടാനല്ല, നിന്നെ കണ്ട് അവൻ ഓടണം. അവൻ നിന്നെ കണ്ട് ഓടണമെങ്കിൽ നീ സർവായുധവർഗം ധരിക്കണം. സത്യം നിങ്ങളുടെ അരയ്ക്ക് കെട്ടി. ആ സത്യം എന്തുവാ? സത്യം ക്രിസ്തുവും ദൈവത്തിന്റെ വചനമാ. ഞാൻ തന്നെ വഴിയും സത്യവും. ആരായിരിക്കണം അരക്കെട്ട്? ദൈവവചനം, സത്യവചനം. ആ സത്യവചനമാകുന്ന ക്രിസ്തു സത്യം അരയ്ക്ക് കെട്ടി നീതി എന്ന കവചം. എടാ, നീതിക്ക് നിരക്കാത്ത ഒരു കാര്യത്തിൽ ഇടപെടരുത്. നീതി നമുക്ക് മുമ്പായിട്ട് പുറപ്പെടണം. അനീതിക്ക് കൂട്ടു നിൽക്കരുത്. അനീതിക്ക് നീ വെള്ളം വെക്കരുത്. അനീതിയിൽ രസിക്കരുത്. ഒരുത്തൻ അനീതി ചെയ്താൽ അവന്റെ കൂടെ പങ്കുകാരനാകരുത്. നീതിയോടെ വിധിക്കുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ദൈവമക്കൾ നീതിക്ക് നിരക്കാത്ത ഒരു കാര്യത്തിലും ഇടപെട്ടേക്കരുത്. അനീതിയിൽ രസിക്കരുത്. അവൻ അനീതിയിൽ സന്തോഷിക്കരുത്. അനീതിക്ക് കൂട്ടു നിൽക്കരുത്. നീ ഒഴിഞ്ഞു മാറണം. സത്യമരയ്ക്ക് കെട്ട് നീതി എന്ന വചനം ധരിച്ച് സമാധാന സുവിശേഷ കാലിന് ചെരിപ്പാക്കി രക്ഷകരുടെ ശിരസ്ത്രം പേറി ആത്മാവിന്റെ വാളെടുത്ത് സകല പ്രാർത്ഥനയാല് യാചനയാല് വേറെ നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രി എല്ലാവരും സമർപ്പിച്ചാട്ടെ. അവൻ പിശാചിനോട് എതിർത്ത് നിൽക്ക്, എന്നാൽ അവൻ നിന്നെ വിട്ടോടും. അവനെ കണ്ട് നീ ഓടാനല്ല, നിന്നെ കണ്ട് അവൻ ഓടണം. അവൻ നിന്നെ കണ്ട് ഓടണമെങ്കിൽ നീ ആയുധം ധരിച്ചടരാടണം. ഈ ആയുധത്തിൽ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കണം. ഇന്ന് രാത്രി ഈ പാമ്പാടി സെന്ററിലുള്ള കൂട്ടുവേലക്കാരോട് ദൈവമക്കളോട് പറയട്ടെ, അഭിഷേകത്തിന്റെ ശക്തിയിൽ വേണം ഈ മഹായോഗം കഴിഞ്ഞ് തിരിച്ചു പോകാൻ. വരുന്ന ദിവസങ്ങളിൽ കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത കൺവെൻഷന് കൂടുന്നത് വരെ ഈ അഭിഷേകത്തിന്റെ ശക്തിയിൽ നിറങ്ങണം. കൺവെൻഷൻ മാത്രമല്ല, കർത്താവിന്റെ വരവ് വരെ ആത്മശക്തിയിൽ അഭിഷേകത്തിൽ നിറങ്ങുവാൻ എല്ലാവരും ഇന്ന് രാത്രി സമർപ്പിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കാം, എല്ലാവരും സമർപ്പിക്കാം. ദൈവാത്മാവിന്റെ ശക്തിയിൽ എല്ലാവരും ഇന്ന് രാത്രി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ.